എല്ലാവരും ദാ ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു. 16ാമത്തെ കൊല്ലമാണല്ലോ ഇവിടെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം, തത്വപ്രവചന പരമ്പര നടക്കുന്നത്. ഓരോ തവണയും നാം ശ്രീമദ് ഭാഗവതം കേൾക്കുമ്പോഴോ ശ്രീമദ് ഭാഗവത തത്വപ്രവചനം തന്നെ വേണ്ടതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴോ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിവിൻ്റെ മേഖല കൂടുതൽ കൂടുതൽ വികസിതമാകും, കൂടുതൽ കൂടുതൽ ഉന്നതമാകും, അതുപോലെ കൂടുതൽ സൂക്ഷ്മമാകും. നാം അറിയാത്ത ചില സംഗതികളൊക്കെ അറിയാൻ നമുക്ക് സാധിക്കും. അറിവ് എന്ന് പറയുന്നത് ആകാശത്തിൽ നടത്തുന്ന ഒരു സഞ്ചാരം പോലെയാണ്. എത്ര തന്നെ നിങ്ങൾ സഞ്ചരിച്ചാലും സഞ്ചരിച്ച സ്ഥലം മുഴുവനും വ്യക്തമാവില്ല എന്ന് മാത്രമല്ല, ഇനി സഞ്ചരിക്കാൻ എത്രയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി സഞ്ചരിക്കാൻ കുറേ അധികമുണ്ടെങ്കിൽ സഞ്ചരിച്ചത് എത്രയെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഈ ബ്രഹ്മവിദ്യ, ഈശ്വര ദർശനം, ആത്മജ്ഞാനം എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ. ഇത് നിങ്ങളെല്ലാവരും നല്ലപോലെ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ സ്വാമിജി എന്തിനാ ഇതിന് പുറപ്പെടുന്നത് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. പ്രകാശം എത്ര തന്നെ കൂടിയാലും കുറഞ്ഞാലും നമ്മൾ പ്രകാശത്തിൻ്റെ മുൻപിൽ ചെന്നാൽ ഒരു 0 വാട്ട് ബൾബിട്ടാലും അതും നമുക്ക് കാണാൻ ഉപകരിക്കും, നമ്മുടെ ജോലികൾ ചെയ്യാൻ സഹായിക്കും. അതേമാതിരി ഈ അധ്യാത്മജ്ഞാനം മുഴുവനും അങ്ങോട്ട് കൈക്കലാക്കാം എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. എത്രത്തോളം കിട്ടിയോ ലഭിച്ചുവോ കരഗതമാക്കാൻ സാധിച്ചുവോ അത്രത്തോളം അതിൻ്റെ മിച്ചവും മികവും നമുക്കുണ്ടാവും. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതയെ മഹതോ ഭയാത് എന്ന് കൃഷ്ണൻ അർജുനെ ഉദ്ബോധിപ്പിക്കുന്ന സമയത്ത് കുരുക്ഷേത്രത്തിൽ പറയുണ്ടായി. ഞാൻ ഈ പറഞ്ഞു തരുന്ന ധർമ്മമുണ്ടല്ലോ, ആ ധർമ്മത്തിൻ്റെ സ്വൽപ്പമപി, ചെറിയ ഒരു അംശം, ഒരു അണുമാത്രം പോലും ത്രായതേ മഹതോ ഭയാത്, അതിമഹത്തായിരിക്കുന്ന ഈ സംസാര ഭയത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ശക്തമാണ്. അപ്പോൾ ഇതിൽ എത്ര കണ്ട് പ്രവർത്തിച്ചു, എത്ര കണ്ട് മുന്നേറി എന്ന് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. എത്ര സാധിക്കുമോ നിങ്ങൾ അത്ര മുന്നേറിക്കോളും. അല്ല, ഇത് മുന്നേറി മുഴുവനാക്കാൻ സാധിക്കുമെങ്കിൽ മുഴുവനാക്കിയതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യും? അതിൽ മുഷിപ്പും അലപ്പുമൊക്കെ നിങ്ങൾക്ക് വരുമല്ലോ. അതിന് അവസരം നൽകാത്തതാണ് ഈ വിശേഷപ്പെട്ട ജ്ഞാനം. അങ്ങനെ വരുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഓരോ തവണ ഈ സത്രത്തിൽ പ്രവക്താക്കൾ വന്ന് സംസാരിക്കുന്ന സമയത്തും അവർക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ ശ്രോതാക്കളെ ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ആ പവിത്ര സവിധമുണ്ടല്ലോ അവിടേക്ക് കൂടുതൽ കൂടുതൽ എത്തിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിച്ച് ഗ്രഹിച്ച് വളരെ സന്തോഷിച്ച് മകിഴാനും സാധിപ്പിക്കണം. അങ്ങനത്തെ തത്വപ്രവചന പരമ്പരകളാണ് നമുക്ക് ആവശ്യം. ശ്രീമദ് ഭാഗവതം അങ്ങനെ വിശേഷപ്പെട്ട ഒരു ശാസ്ത്രമാണോ അതോ വെറും ഭക്തിയോ എന്നിങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ വിരോധമില്ല. ഭക്തി തന്നെയാണ് ഇതിലെ ആദ്യവും അവസാനവുമുള്ളത്. പക്ഷേ ആദ്യത്തെ ഭക്തി വളരെ ഉപരിപ്ലവമായിരിക്കാം, എന്നാൽ അവസാനത്തെ ഭക്തിയോ ലോകത്തെയും ഈശ്വരനെയും എല്ലാം തന്നെ ഗ്രസിച്ച് ഉൾപ്പെടുന്ന തരത്തിൽ ഒരു വലിയ വെള്ളപ്പൊക്കമായി തീരും. ഇതിൻ്റെ ആദ്യത്തെ ശ്ലോകം തന്നെ നിങ്ങൾ എടുത്തോളൂ. സാധാരണ വളരെ കൊല്ലങ്ങൾ മുൻപ് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ ഗുരുദേവ് ഗംഗാധര പരമഹംസദേവ് പറയുണ്ടായി, നീ ഇതിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിന് അർത്ഥം പറയാൻ പറ്റുമോ, ആലോചിച്ച് നോക്കുകയെന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടു, ഞാനൊട്ട് പരിശ്രമിച്ചുമില്ല. എന്താ, ശ്രീമദ് ഭാഗവതത്തിൽ അത്ര വലിയ താല്പര്യം അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊക്കെ താല്പര്യം ഉപനിഷത്തിലും ഭഗവത്ഗീതയിലും ബ്രഹ്മസൂത്രത്തിലും
ആ നിലവാരത്തിലുള്ള പ്രകരണ ഗ്രന്ഥങ്ങളിലുമൊക്കെയാണ് നമ്മുടെ താല്പര്യം. അപ്പോൾ ശ്രീമദ് ഭാഗവതം ഏതായാലും അന്നത്തെ രീതിയിലൊരു പുരാണ ഗ്രന്ഥമാണ്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. കുറേ അധികമുണ്ട് താനും, 10,000-18,000 ശ്ലോകങ്ങളുണ്ടല്ലോ. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഈ ശ്ലോകത്തിന് ഒരിടത്തിലും ഒന്ന് നല്ല പോലെ പറയാൻ പരിശ്രമിച്ചിട്ടുമില്ല, സന്ദർഭമുണ്ടായിട്ടുമില്ല. ഇവിടെ ആരെങ്കിലും നിങ്ങളോട് ഈ ശ്ലോകത്തെ വേണ്ടതുപോലെ വിവരിച്ച് തന്നിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, ഞാൻ ചോദിച്ചുമില്ല. ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് എന്താണത്? അതിലെന്താണ് പ്രതിപാദിക്കുന്നത്? പ്രതിപാദ്യമെന്ത്? ആ പ്രതിപാദ്യം മനസ്സിലാക്കി കഴിഞ്ഞാലും മനസ്സിലാക്കുന്ന സമയത്തും നാം ചെയ്യേണ്ടതെന്താ? അത് മുഴുവനും ഗ്രഹിച്ചാലും ഗ്രഹിച്ച ആൾ എന്തു ചെയ്യും? ഇത് മുഴുവനും വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ് ഈ പ്രഥമ ശ്ലോകം. സാധാരണ നമ്മുടെ ഗ്രന്ഥങ്ങൾ രചിക്കുന്ന സമയത്ത് അതിന് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ എല്ലാം കൂടി 6 എണ്ണാണെന്നാണ് പറയുക. എന്താണ് ആ ഗ്രന്ഥം പ്രതിപാദിക്കുന്നതെന്ന് തുടക്കത്തിൽ തന്നെ പറയണം. ഉപക്രമം, അത് അവസാനം ആവർത്തിച്ച് പറയണം. ഉപസംഹാരം, അതിൻ്റെ ഇടയിൽ ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് ഇതിനെ ആവർത്തി എന്ന് പറയുന്നത്. പിന്നെയോ ആ പറയുന്ന സംഗതി വെറുതെ പറഞ്ഞാൽ പോരാ, എന്തോ പറഞ്ഞാൽ പോരാ. അത് ജനങ്ങൾക്ക് ആലോചിച്ച് നോക്കി ശരിയാണെന്ന് തോന്നത്തക്ക വിധത്തിൽ കാര്യകാരണങ്ങളോടുകൂടി ബന്ധപ്പെടുത്തി യുക്തിസഹമായിട്ട് വേണം പറയാൻ. മാത്രമല്ല പറയുന്ന രീതിയും പറയുന്ന വിഷയങ്ങളും അതിൻ്റെ പൊടിപ്പും തൊങ്ങലുമെല്ലാം ഒന്നിച്ചു കൂട്ടിച്ചേർക്കുമ്പോൾ കേൾക്കാൻ നല്ല ഇമ്പവും കമ്പവും വേണം. അതിന് എന്തെല്ലാം പൊടിപ്പും തൊങ്ങലുമാകാമോ അതൊക്കെ ചേർക്കണം. എന്താ, ഒരാളെ മണിക്കൂറുകളോളം പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ മാതിരിയുള്ള സത്രമോ സപ്താഹങ്ങളോ എല്ലാം. അപ്പോൾ അവർ കാതുകൂർപ്പിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ കേൾക്കുമ്പോൾ മനസ്സതിൽ പതിഞ്ഞിരിക്കണമെങ്കിൽ ആ കേൾക്കുന്ന സമയത്ത് ഒരു ശ്രവണരസം അവർക്ക് അനുഭവപ്പെടണം. ആ ശ്രവണരസം അനുഭവപ്പെടണം എന്നുണ്ടെങ്കിൽ നിസ്സാര കാര്യങ്ങളെ, അതേ ഒരിടങ്ങഴി കടുക് മേടിച്ചു, എണ്ണി നോക്കിയപ്പോൾ അതാരെങ്കിലും കേൾക്കാൻ വരുമോ? അങ്ങനെ ഒരു കഥ പറഞ്ഞാൽ. അപ്പം ആ പറയുന്ന സമയത്ത് നല്ല ചമത്കാരം, അത് കേൾക്കുന്നതിന് നല്ല രസം തോന്നത്തക്ക വിധത്തിലുള്ള വർണ്ണനകളും വിവരണങ്ങളും, അതിൽ പദം, വാക്യങ്ങൾ, വാക്കുകൾ, ഖണ്ഡികകൾ, ഇങ്ങനെ പലതരത്തിലുള്ള അലങ്കാരങ്ങളും വേണം. അതിനെല്ലാറ്റിനും കൂടി ചേർത്ത് പറയുന്നതാണ് അർത്ഥവാദം, അല്ലെങ്കിൽ പുകഴ്ത്തിപ്പറയലിന് എക്സാജറേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിപാദനങ്ങളിൽ പുകഴ്ത്തിപ്പറയുന്നതൊരാവശ്യമാണ്. അതേ, ഞാനൊരു പട്ടിക്കുട്ടിയെ മേടിച്ചു. എന്താ അപ്പം അതിന് വിശേഷം? അത് ഏതാണ്ട് ഒരു 6 ഇഞ്ച് പൊക്കമുണ്ട്, ഒരു 1.5 അടി നീളമുണ്ട്. ആരെങ്കിലും ആ പട്ടിക്കുട്ടിയെ കാണാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമോ? വരില്ല. അതേ, ഞാനൊരു പട്ടിക്കുട്ടിയെ മേടിച്ചിട്ടുണ്ട്. അത് എത്ര പൊക്കം എന്നറിയാമോ? 4.5 അടി പൊക്കം, 12 അടി നീളം എന്ന് പറഞ്ഞാലോ അയൽവക്കക്കാരെല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് വരും അത് കാണാൻ. ഇത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പം മനുഷ്യൻ്റെ മനസ്സിനെ ആകർഷിക്കത്തക്ക വിധത്തിൽ എന്തെല്ലാം പൊടിപ്പും തൊങ്ങലും കൂട്ടലും അലങ്കാരങ്ങളും ചെയ്യാമോ അതൊക്കെ ചെയ്ത് പറയുന്നതിനാണ് ഈ അർത്ഥവാദം എന്ന് പറയുക, ഉപപത്തി. അത് കഴിഞ്ഞാലോ എന്താണ് ആ ശാസ്ത്രം കൊണ്ട് നമുക്കുള്ള ഫലം, ആ ഫലശ്രുതിയും അതിൽ പറയണം. ഇങ്ങനെ എല്ലാം ആയാലേ ഒരു ശാസ്ത്രമാവുള്ളൂ. ശ്രീമദ് ഭാഗവതവും അതേപോലെ ഒരു ശാസ്ത്രമാണ്. രാമായണവും അതുപോലെ തന്നെ, മഹാഭാരതവും അതുപോലെ തന്നെ. അപ്പം നമ്മുടെ ശാസ്ത്രങ്ങൾക്ക് ഇങ്ങനെ ഉപക്രമം, ഉപസംഹാരം, ആവർത്തനം ഇങ്ങനെയുള്ളതുണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഉപക്രമത്തിൽ പറയുകയാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് എന്താണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്, അവതരിപ്പിക്കുന്നത്. ആദ്യം പറയുക ജന്മാദ്യസ്യതഃ, അതാണ് ഇവിടെ വിഷയം. നമ്മളെല്ലാവരും താമസിക്കുന്നത് ഒരു ലോകത്തിലാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂമണ്ഡലത്തിലാണ്.
ഈ ഭൂമണ്ഡലത്തിൻ്റെ 4 ഭാഗത്തും എവിടെ ചെന്ന് നോക്കിയാലും അന്തമറ്റ ആകാശത്തെയാണ് നാം കാണുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണ് ഒരു 6 അടിയോളം താഴ്ത്ത് ചെന്നാൽ ഭൂമിയുടെ തലമായി. ഈ ഭൂമിയുടെ മറുപുറത്ത് ചെന്ന് നോക്കൂ, അപ്പോഴും ഇവിടെ മുകളിലേക്ക് കാണുന്ന മാതിരി അവിടെയും മുകളിലേക്ക് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഭൂമിയുടെ ചോട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലവും ഇല്ല. എപ്പോൾ നോക്കിയാലും മോളാണ്. എമ്പാടും ആകാശമാണ്, അനന്തമായ ആകാശം. ആ ആകാശത്തിൽ നാം പൊന്തിക്കിടക്കുന്നത് പോലെ സമുദ്രജലത്തിലുള്ള കുമിളകൾ പോലെ അവിടെ ഇവിടെയായി പല ഗോളങ്ങളുമുണ്ട്. ഞാൻ കാലത്തോ മറ്റും നിങ്ങളോട് പറഞ്ഞത് മാതിരി ശൂന്യാകാശം മുഴുവനും എടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഗോളങ്ങളെ കൂട്ടിച്ചേർത്താൽ അത് എത്ര വരും? ഒരു പോയിൻ്റ് ഇട്ടിട്ട് 19 പൂജ്യം ചേർത്തൊരു 1 ഇട്ടാൽ എത്ര വരുമോ അത്ര ചുരുങ്ങിയ അളവോളേ ഉള്ളൂ ഈ ഗോളങ്ങളെല്ലാം ചേർന്നാൽ. ഇത്രയും വലിയ ഒരു ബ്രഹ്മാണ്ഡം എന്ന് തന്നെ പറയാം. ആ ബ്രഹ്മാണ്ഡം ജന്മാദി അസ്യ, ആ ബ്രഹ്മാണ്ഡം എവിടുന്നാണ് പുറപ്പെട്ടിട്ടുണ്ടാവുക? നമ്മുടെ ജന്മസ്ഥാനം അന്വേഷിച്ച് ചെല്ലുന്നത് മനുഷ്യന് അത്യാവശ്യം വേണ്ടതായ ഒരു ഗവേഷണമാണ്. ഗവേഷണം ഇന്നും നമ്മുടെ നാട്ടിൽ, രാജ്യത്തിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് അതാ ജോലി. കുഴിച്ച് എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എന്ന് കണ്ടുപിടിക്കുക. ദ്വാരക എന്നൊരു സ്ഥലമുണ്ടായിരുന്നു, അതുണ്ടോ എന്ന് നോക്കി അവസാനം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അടുത്ത കാലത്ത് നമ്മുടെ സേതുബന്ധനം നടത്തിയ ഭാഗം എന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് നോക്കി അതിനും തെളിവുകൾ കണ്ടുപിടിച്ചു. നമ്മുടെ പല പഴക്കമുള്ള സിവിലൈസേഷണൽ സിംറ്റംസ്, അതിൻ്റെ റെപ്ലിക് പലതരത്തിലുമുള്ളതുണ്ടോ എന്നൊക്കെ നോക്കി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അതേമാതിരി നമ്മുടെ പൂർവികർ ഈ പുഴകളുടെ ഉദ്ഭവസ്ഥാനത്ത് ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. എന്താ അതിന് കാരണം? ഭൂമിയുടെ തുടക്കം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, സമുദ്രത്തിൻ്റെ തുടക്കവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ളതായ നദികളും പുഴകളും ഉണ്ടല്ലോ. ആ പുഴകൾ മുകളിൽ നിന്നാണ് ഒഴുകി വരുന്നത്. അത് ഭൂമിയിൽ നിന്നേ ഒഴുകി വരുള്ളൂ, ആകാശത്തിൽ നിന്നല്ല. അപ്പം നാം ഈ പുഴയുടെ തീരത്തിലാണ് ഏത് സഭ്യതയും വളർന്നിട്ടുള്ളത്. അപ്പോൾ ആ പുഴയുടെ ഉദ്ഭവം കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് കയറി പോയപ്പോൾ അത് പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് നമ്മളെ കൊണ്ടുപോയി. ഇപ്പോൾ ഗംഗാനദി ആണെങ്കിൽ ഹിമാലയത്തിൻ്റെ മുകളിലേക്ക് ഗോമുഖം വരെയാണ് കൊണ്ടെത്തിക്കുന്നത്. അവിടെ നടന്നു പോയാൽ നമുക്ക് ജീവവായു വരെ കിട്ടാൻ കുറവായിരിക്കും. അവിടെ പോയി എവിടുന്നാണത് ഉദ്ഭവം? ഗംഗാനദി ആണെങ്കിൽ ഹിമവാൻ, മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതശിഖരങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു രേഖ പോലെ, ഒരു കൊപ്പത്തണ്ട് പോലെ ഒഴുകി വരുന്നതാണത്രേ ഈ ഗംഗ. അവിടം വരെ നമുക്ക് ചെല്ലാം. അവിടം വരെ ചെന്ന് പിടിച്ച് അവിടെ പുണ്യസ്ഥലങ്ങളും പുണ്യക്ഷേത്രങ്ങളും ദേവാലയങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അത് സൗകര്യമുള്ള സ്ഥലത്തേ ചെയ്തിട്ടുള്ളൂ. അവിടെ പോയാൽ കുളിക്കാൻ സൗകര്യം വേണം. ഇപ്പോൾ ബദരികാശ്രമത്തിൽ നിങ്ങൾ ചെന്നു എന്നുണ്ടെങ്കിൽ അവിടെ ചുടുവെള്ളം സദാ സ്വതവേ ലഭ്യമാണ്. അവിടെ ചെല്ലുമ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ചൂടുള്ള കുളങ്ങൾ പോലെയുള്ള ജലശേഖരങ്ങളുണ്ട്. അവിടെ പോയി കുളിക്കണം. അപ്പോൾ സൗകര്യമായല്ലോ. അങ്ങനെ സൗകര്യം നോക്കി ജനങ്ങൾക്ക് ഗവേഷണ ബുദ്ധി ഉപയോഗിച്ച് അതിനൊരു ആഹാരം, ഒരു വിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചവരാ. ഇതൊക്കെ നമ്മുടെ ഭാരതീയ മസ്തിഷ്കത്തിൻ്റെ വൈഭവത്തെയും സ്വഭാവത്തെയും മഹിമയെയും കാണിക്കുന്നതാണ്. നമ്മൾ ഗവേഷണ കുതുകികളാണ്. എല്ലാറ്റിൻ്റെയും തുടക്കം നമുക്ക് കണ്ടുപിടിക്കണം, അവസാനം നമുക്ക് കണ്ടുപിടിക്കണം. എല്ലാറ്റിൻ്റെയും നിലനിൽപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ശക്തികളെയും പ്രഭാവങ്ങളെയും പ്രസരണങ്ങളെയും എല്ലാം അന്വേഷിച്ച് പിടിച്ച് കണ്ടറിയണം. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഉപനിഷത്തിൽ. കേനേഷിതം പതതി പ്രേഷിതം മനഃ, കേനോപനിഷത്തിൽ പറഞ്ഞിരിക്കുക. കേനേഷിതം പതതി പ്രേഷിതം മനഃ. നമ്മുടെ ഉള്ളിലുള്ളൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് എന്ത് പ്രേരിപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആര് പ്രേരിപ്പിച്ചിട്ടാണ് അതിങ്ങനെ വിഷയങ്ങളെക്കുറിച്ച് ആലോചിച്ചിങ്ങനെ ലോകത്തിൽ ഇറങ്ങുന്നത് എന്ന്. അപ്പം നമ്മൾ മനസ്സ് വെറുതെ ചിന്തിക്കില്ല, ചിന്തിപ്പിക്കുകയാണ്. ആരാണ് ചിന്തിപ്പിക്കുന്നത്? അതിനുള്ള ഘടകം പുറത്തോ അകത്തോ? മനസ്സിൻ്റെ സ്രോതസ് എവിടെ? ബാഹ്യമണ്ഡലത്തിൽ സ്ഥൂലത്തിലാണോ, അതോ സൂക്ഷ്മമായിരിക്കുന്ന അന്തർമണ്ഡലത്തിലോ? നമ്മുടെ ചെവി എങ്ങനെ കേൾക്കുന്നു, കണ്ണെങ്ങനെ കാണുന്നു, മൂക്കെങ്ങനെ മണക്കുന്നു, നാവെങ്ങനെ സംസാരിക്കുന്നു? ഇതൊരു ചോദ്യമാണ്. കേനോപനിഷത്ത്, വാട്ടോപനിഷത്ത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടെന്നാണ് അവിടുത്തെ ചോദ്യം. അപ്പോൾ ഈ ഗവേഷണം നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ നിർബന്ധമാണ്, ആത്മനിർബന്ധം. അപ്പോൾ ഇവിടെ പറയുകയാണ് ജന്മാദ്യസ്യ യതഃ,
നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമി, ആ ഭൂമണ്ഡലം അടങ്ങുന്ന ജഗത്ത്, ജഗത്തിൻ്റെ തന്നെ വലിയ ഭാവം ബ്രഹ്മാണ്ടം, ഇത് മുഴുവനും എന്തെങ്കിലും ഉത്പത്തി സ്ഥാനത്തിൽ നിന്നോ ഹേതുവിൽ നിന്നോ പുറപ്പെട്ടതാണോ? ആണെങ്കിൽ അതെന്ത്? എൻ്റെ കൂട്ടരെ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി. നമുക്ക് ആനയോളം വലുപ്പമുള്ള ശരീരമില്ല. കണ്ടാമൃഗം നമ്മളെക്കാൾ ശക്തി കൂടുതലാണ്. കുതിരയ്ക്കും ശക്തി കൂടും. നമ്മുടെ ശരീരം വളരെ ഒതുങ്ങിയതാണ്. പക്ഷേ നമ്മുടെ മസ്തിഷ്കമുണ്ടല്ലോ, നമ്മുടെ ഹൃദയമുണ്ടല്ലോ, ഇത് രണ്ടും ആനയ്ക്കുള്ളതിനേക്കാൾ, കണ്ടാമൃഗത്തിനുള്ളതിനേക്കാൾ, തിമിംഗലത്തിനുള്ളതിനേക്കാളൊക്കെ എത്രയോ പ്രഭാവമുറ്റതാണ്. അവിടെയാണ് മനുഷ്യൻ്റെ മഹിമ, മനുഷ്യൻ്റെ മേന്മ, മനുഷ്യൻ്റെ മികവും നിറവും തികവുമെല്ലാം അവിടെയാണ്. അപ്പം അവരാലോചിക്കുകയാണ്, ഞാനിവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനമ്മമാരാ, അവരുടെ അച്ഛനമ്മമാരാര്, അവരുടെയും അച്ഛനമ്മമാരാര്. ഇപ്പം ഞാനിവിടെ പല കാര്യങ്ങൾ ഇപ്പോൾ ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്നുണ്ടല്ലോ, പരീക്ഷത്തിനെ പറ്റി. ഈ വ്യാസദേവൻ ആരാ? ഇവരൊക്കെ നമ്മുടെ പൂർവികരാണ്. അവരെന്ത് ചെയ്തു? പരീക്ഷത്ത് വലിയ ഒരു അപകടത്തിൽ ചെന്ന് പെട്ടു. ആ അപകടത്തിൽ നിന്ന് കരകയറാൻ അദ്ദേഹത്തിന് എന്താ വഴിയെന്ന് ഇങ്ങനെ ആലോചിച്ചു. അദ്ദേഹം സ്വയം ചെയ്യാനുള്ളത് ചെയ്തു, പ്രായോപവേശം. അതുകൊണ്ടായില്ലല്ലോ. ഞാൻ പട്ടിണി കിടക്കും, വെള്ളം കുടിക്കില്ല എന്ന് പറയണത് അദ്ദേഹം വിചാരിച്ചാൽ നടക്കും. പക്ഷേ തക്ഷകനാണ് വന്ന് കടിക്കാൻ പോകുന്നത്. ആ കടിക്കെന്താണ് പ്രതിവിധി? പ്രായോപവേശത്തിൽ പ്രതിവിധിയുണ്ടോ? അപ്പം ആ പ്രതിവിധിക്ക് വേണ്ടി പരീക്ഷിത്ത് എന്ത് ചെയ്തു? ആ പ്രതിവിധി അദ്ദേഹത്തിന് കിട്ടിയോ? നമ്മളും അപകടത്തിൽ ചെന്ന് പെട്ടാൽ ആ അപകടത്തിൽ നിന്ന് സംരക്ഷണം നമുക്ക് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാമെങ്കിൽ അതിനെന്തെങ്കിലും വിശ്വാസ്യമായ ദൃഷ്ടാന്തമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ എന്ന് വെമ്പൽ കൊള്ളുന്നതാണ് മനുഷ്യൻ്റെ മനസ്സ്. അതിനുള്ള മറുപടിയാണ് ഇവിടെ പറയുന്നത്. ജന്മാദ്യസ്യ യതഃ, നാം അധിവസിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി എവിടെ നിന്ന്? അതാണ് ഈ ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യുന്നത്. അപ്പം അതൊരു സയൻസാണ്, ഒരു ശാസ്ത്രമാണ്, ഒരു ഗവേഷണത്തിൻ്റെ പ്രതിഫലം, ഗവേഷണത്തിൻ്റെ ഫലമാണ്, പരിണത ഫലമാണത്. ജന്മാദ്യസ്യ യതഃ അന്വയാദിതരതഃ. ഈ ശ്ലോകം ഞാൻ പറയണോ? എന്താ മിണ്ടാത്തെ? വേണോ? ഒന്ന് കൈ പൊക്കാൻ വേണമെന്നുള്ളവർ? ശരി, നന്നായി. എന്താണെന്നറിയാമോ? നിങ്ങളെല്ലാവരും ആലോചിക്കാൻ തുടങ്ങണമെന്നുണ്ട് ഭൂമാനന്ദ സ്വാമിജിക്ക്. ആലോചന, ഭഗവാൻ ആലോചന വിഷയമാകട്ടെ, വെറും വികാര വിഷയമാവരുത്, വിവേകത്തിന് വിഷയമാവണം. ആലോചിക്കണം. ആലോചിക്കുന്നതാണ്, ആലോചിച്ചിട്ടാണ് ഈ ശാസ്ത്രം ഉണ്ടായിട്ടുള്ളത്. ആലോചിച്ചത് കൊണ്ടാണ് വ്യാസദേവൻ എഴുതിയത്. ആലോചനാശക്തി കൊണ്ടാണ് ശുഗനത് പഠിച്ചത്, പറഞ്ഞു കൊടുക്കുന്നതുമെല്ലാം. യഥോന്വയാദിതരതഃ. എവിടുന്നാണ് ഈ ലോകം പുറപ്പെട്ടത് എന്നുള്ളതിന് ഉത്തരം കണ്ടുപിടിക്കാൻ ഒരൊറ്റ മാർഗ്ഗേ നമുക്കുള്ളൂ. നാം ആരും അവിടെ ഉണ്ടായിരുന്നില്ല, ഉണ്ടാവില്ല. നാം ആരും ഉണ്ടാവില്ല ഈ പ്രപഞ്ചമില്ലാതെയാവുമ്പോൾ. അപ്പോൾ ഇല്ലാത്ത നിലയിൽ അവിടെ ഹാജരായി, ഉണ്ടാകുന്ന സമയത്ത് ഹാജരായി, അതിന് ദൃക്സാക്ഷിയായതിനു ശേഷം ഇന്നേ വരെ ജീവിച്ചാലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അങ്ങനെ ഒരു സംഭവം നടക്കില്ല. നമുക്ക് എല്ലാം കൂടി ഒരു 80-90 വയസ്സ് ആയുസേ ഉള്ളൂ. അതിനു മുമ്പ് എത്രയോ കാലം ഈ ലോകം ജീവിച്ചു കഴിഞ്ഞു, ഇനിയും ജീവിക്കാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ തുടക്കം പ്രത്യക്ഷമായി ദർശിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് അറിയണം. അപ്പോൾ പ്രത്യക്ഷമായി കാണാത്ത വിഷയങ്ങളെ അറിയാൻ വല്ല വഴിയുമുണ്ടോ? ഉവ്വ്. അതിനാണ് അനുമാനം യുക്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സംഗതികളിലും പ്രത്യക്ഷത്തിന് എത്ര സ്ഥാനമുണ്ടോ അതുപോലെ തന്നെ പരോക്ഷത്തിനും സ്ഥാനമുണ്ട്. അമ്മ ചോദിക്കുകയാണ് കുട്ടിയെ നോക്കി, മോനെ നിൻ്റെ മുഖം അത്ര ശരിയല്ലല്ലോ, എന്ത് പറ്റി നിൻ്റെ മനസ്സിന്? അമ്മ കുട്ടിയുടെ മനസ്സ് കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ ചോദിക്കണത് എന്താ? നിൻ്റെ മനസ്സിന് എന്ത് പറ്റി? എന്ത് കണ്ടിട്ടാണ് ഈ ചോദിക്കണേ? മുഖത്തിനുള്ള മ്ലാനത കണ്ട്. ആ മുഖത്തിൻ്റെ മ്ലാനത പ്രത്യക്ഷ വിഷയമാണ്. പക്ഷേ അതിന് കാരണം മനസ്സാണെന്ന് അമ്മയ്ക്ക് തോന്നി. എന്താണതിന് കാരണം എന്ന് ചോദിക്കുക. എന്താ കാരണം? കുട്ടിയുടെ മനസ്സിലേക്ക് പ്രവേശിച്ച അമ്മയ്ക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ അതിൻ്റെ പ്രത്യക്ഷമായ പ്രതിഫലനം കാണുന്നുമുണ്ട്. അതുപോലെ ഈ പ്രത്യക്ഷത്തെ കണ്ട് പരോക്ഷത്തെ മനസ്സിലാക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാറ്റിലുമുണ്ട്. കണക്ക് പഠിക്കുന്ന സമയത്ത്
0, 1, 2, 3, 4, 5, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി, 10000 കോടി, ലക്ഷം കോടി, കോടി കോടി, ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോവാം. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ പറയാറുണ്ട് അനന്തം എന്ന് പറഞ്ഞ് 8 ഇങ്ങനെ വിലങ്ങനെ ഇട്ട പോലെ, ഇൻഫിനിറ്റി എന്നൊരു വാക്ക്, ഒരടയാളം. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇൻഫിനിറ്റിയെ? എന്താ മിണ്ടാത്തെ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ട് എന്ന് നമ്മളെങ്ങനെ പറയുന്നു? അതുമാതിരി 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തതാ. ഒന്നുമില്ലാത്തത് എന്ന് പറഞ്ഞൊരു സാധനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷേ ഒന്നുമില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ 0. ഈ 0 ഭാരതമാണ് സംഭാവന ചെയ്തത് ലോകത്തിന്. 0 എന്നൊന്ന് ബാക്കി ആർക്കും അത് അറിഞ്ഞിരുന്നില്ല. ഇവിടുന്ന് നമ്മൾ കൊടുത്തതാ 0. അതുപോലെ അനന്തം എന്ന് പറഞ്ഞാൽ, അപ്പം ഈ അനന്തം എന്ന് പറയുന്ന സമയത്ത് ഉടനെ നമ്മുടെ ബുദ്ധി മനസ്സിലാക്കുന്നു ഇത് കണക്കാക്കാൻ പറ്റാവുന്നതായ എല്ലാറ്റിൻ്റെയും അപ്പുറത്തുള്ളതാണ് ഈ അനന്തം, അപ്പുറത്തുള്ളതാണ് ഈ അനന്തം എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സിലാക്കുന്നത് ഊഹാപോഹം വഴിക്ക് ബുദ്ധി കൊണ്ടാണ്. അടുത്ത കാലത്ത് ഇപ്പോൾ ഇവിടെ നടന്നത് എന്താ? വലിയ ഒരു പ്രോസിക്യൂഷൻ കേസ് എടുത്ത് കൊടുത്തു. 7 കൊല്ലമായി ജഡ്ജി കാത്തിരുന്ന് പറയണു, ഞാൻ 7 കൊല്ലം വരെ കാത്തിരുന്ന് ഈ പ്രോസിക്യൂഷൻ തെളിയിപ്പിക്കാൻ പറ്റിയ തരത്തിൽ ഒരു വസ്തുതയും എൻ്റെ മുൻപിൽ ഒരു സാക്ഷിയെയും ഹാജരാക്കാൻ പറ്റിയില്ല, ഞാൻ എല്ലാവരെയും വിടാൻ പോവാണ്. പ്രത്യക്ഷത്തിൽ നടന്ന ഒരു കാര്യത്തിനാണ് കേസ് കൊടുത്തത്. ആ കേസ് കൊടുത്തിട്ട് പറയുകയാണ്, ഇത് കാണാത്ത ആൾ, കണ്ടിട്ടില്ലാത്ത ആൾ ജഡ്ജ്, അവർ കൊടുത്ത വസ്തുതകളുടെ മുകളിൽ അങ്ങേയറ്റത്തെ തീരുമാനമെടുത്ത് തെളിവില്ല എന്ന് പറഞ്ഞ് വിമർശനങ്ങളോടുകൂടി തള്ളി അങ്ങോട്ട് കളഞ്ഞു. അദ്ദേഹം തള്ളിക്കളഞ്ഞത് പ്രത്യക്ഷത്തിൻ്റെ മുകളിലോ അതോ പരോക്ഷത്തിൻ്റെ മുകളിലോ? എന്താ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല എന്നുണ്ടോ? എന്താ മിണ്ടാത്തെ? ജഡ്ജിമാരെല്ലാവരും വിധി പറയുന്നത് പരോക്ഷം എന്ന് പറഞ്ഞുള്ള അടിസ്ഥാനത്തിലാണ്. ഒരാളെ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അവർ കൊന്നത് കണ്ടിട്ടുണ്ടാവില്ല, കണ്ടാൽ അവർക്ക് ജഡ്ജ് ചെയ്യാനും പാടില്ല, അവർ പോയിക്കോളണം, അവിടുന്ന് വിറ്റ്നസ്സായി നിന്നോട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന കണക്കുകളും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് ശരിയല്ല, അല്ലെങ്കിൽ ശരിയാണ്. അപ്പോൾ ഈ പരോക്ഷമില്ലാതെ നമുക്ക് പ്രത്യക്ഷം മാത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ആ പരോക്ഷം ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അതിന് 2 വഴിയുണ്ട്. അന്വയാദിതരത, അന്വയം എന്നൊന്ന്, വ്യതിരേകം എന്ന് വേറെ ഒന്ന്. ഇത് നമ്മുടെ തർക്കശാസ്ത്രത്തിലുള്ള 2 മാനദണ്ഡങ്ങളാണ്. എന്താണ് ഈ അന്വയം വ്യതിരേകം എന്ന് പറഞ്ഞാൽ? ചേർത്ത് വെച്ച് കാണുക, ഒറ്റ തിരിച്ച് കാണുക, വേർതിരിച്ച് കാണുക. ചേർത്ത് വയ്ക്കുക, വേർതിരിച്ച് കാണുക, 2 സാധനങ്ങളുണ്ട്. അതിനെ ചേർത്ത് വെച്ച് നോക്കുക, അത് കഴിഞ്ഞാലോ ഒറ്റയ്ക്ക് തിരിച്ചു നോക്കുക. ഇത് 2ഉം കഴിഞ്ഞാൽ അതിൽ സത്യം എന്താണ്, നിലനിൽക്കുന്നത് എന്താണെന്ന് കണ്ടാൽ മനസ്സിലാവും. ഞാൻ പറയണത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? അതിന് ഉദാഹരണം ഒന്നേ ഉള്ളൂ. എന്താ അത്? നമ്മൾ തന്നെ. നമ്മൾ ലോകമെന്ന് പറയൂ, വിശ്വമെന്ന് പറയൂ, ഈശ്വരൻ എന്ന് പറയൂ, എന്ത് തന്നെ പറഞ്ഞാലും ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളെ മുൻനിർത്തി പറയുന്ന വാക്കുകളും സംസാരങ്ങളുമാണ്. നമ്മൾ ലോകം എന്ന് പറയുമ്പോൾ എന്ത് ലോകം? ഞാൻ കാണുന്ന ലോകം, ഞാൻ ഉണരുന്ന ലോകം, എൻ്റെ അനുഭവത്തിലുള്ള ലോകം. എൻ്റെ അനുഭവത്തിലില്ലാത്തൊരു കാര്യത്തെപ്പറ്റി എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കേൾക്കില്ല, മറ്റുള്ളവരും കേൾക്കില്ല. അപ്പോൾ ലോകം എന്ന് പറയുമ്പോൾ എൻ്റെ അനുഭവത്തിലുള്ള ലോകമാണ്. അങ്ങനെ നമ്മുടെ അനുഭവത്തിൽ ആശ്രയിച്ചിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ, എല്ലാ കാര്യങ്ങളും. നിങ്ങൾ കുട്ടികളെ പറ്റി സംസാരിക്കുമ്പോൾ ഏത് കുട്ടികളെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയണത്? നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് ജനിച്ചു എന്ന് തോന്നുന്ന കുട്ടികളെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അപ്പം അങ്ങനെ അനുഭവമാണ് നമുക്ക് പ്രമാണം. ആ അനുഭവം 3 അവസ്ഥകളിലാണ് നമുക്ക്. ഒന്ന് ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥ, പിന്നെയോ ഉറങ്ങിക്കിടക്കുന്ന സുഷുപ്തി അവസ്ഥ. ഇതിന് 2നും മധ്യത്തിൽ നാം അറിയാതെയും നമുക്ക് നിയന്ത്രണമില്ലാതെയും അനുഭവപ്പെടുന്ന സ്വപ്നാവസ്ഥ. ഇങ്ങനെ 3 അവസ്ഥയിലാണ് നമ്മുടെ അനുഭവം മുഴുവനും ഒതുങ്ങുന്നത്. ഞാൻ ഈ പറയുന്നത് വരണ്ടു പോകണുണ്ടോ? ഒന്ന് മനസ്സിലാക്കി തരും എനിക്ക്. ഞാനിത് ചർച്ച ചെയ്താൽ നിങ്ങൾ എൻ്റെ കൂടെ വരുമോയെന്ന് നോക്കൂ. ഈ 3 അവസ്ഥയാണ് നമുക്കുള്ളത്.
ഉണർന്നിരിക്കുന്നു, ഉറങ്ങുന്നു, സ്വപ്നം കാണുന്നു. ഈ ഉണർന്നിരിക്കുന്ന സമയത്താണ് ഈ ലോകത്തിനെ നാം കാണുന്നത്. കാലത്ത് നേരത്തെ ആരാ എണീക്കുന്നത്? ലോകമോ എണീക്കുന്നത്? നിങ്ങളോ? ഞങ്ങൾ എണീക്കുന്നു. കണ്ണങ്ങട് മിഴിച്ചു, അപ്പോൾ റൂഫ് കണ്ടു. താഴത്ത് നോക്കിയപ്പോഴോ നിലം കണ്ടു, കട്ടിൽ കണ്ടു. അങ്ങനെ എണീറ്റു, ബാത്റൂമിൽ പോയി, വായക്കൊന്ന് കഴുകി, മൂത്രശങ്കയൊക്കെ കഴിച്ചു, വന്നു, പല്ല് തേച്ചു. ഇത് മുഴുവനും നമ്മൾ ഉണർന്നിട്ട് നടക്കുന്നതാണ്. ലോകത്തിന് വല്ല ഉണർവോ ഉറക്കമോ ഉണ്ടോ? നമ്മളാണ് ഉണരുന്നത്. അതേ ഉണർന്ന് 17 മണിക്കൂർ നമ്മളിങ്ങനെ ഉണർന്നിരുന്ന് വ്യവഹരിച്ച് 18ാമത്തെ മണിക്കൂർ വരുമ്പോഴും ക്ഷീണമായി. എവിടെ ഈ ഉണർന്ന് ലോകത്തിനെ പ്രകാശിപ്പിച്ച് കിട്ടിയോ അതേ മസ്തിഷ്കത്തിൽ, അതേ മനസ്സിൽ അതിനെ കംപ്ലീറ്റായിട്ട് മുഴുവനും തുടച്ചു മാറ്റി കിടന്നു. എവിടെയാണോ ഈ ലോകം ഉദിച്ച് പ്രകാശിച്ചത് അവിടെ തന്നെ അതിനെ തുടച്ചു മാറ്റി അസ്തമിപ്പിച്ചു. ഇങ്ങനെ ഈ ഉദയവും അസ്തമനവും നടന്നത് എവിടെയാ എൻ്റെ കൂട്ടരെ ഒന്ന് നിങ്ങൾ പറയും? ഇപ്പം പറയണം എന്നോട്. ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണ് ഉദയം നടക്കുന്നത്, അസ്തമയവും നടക്കുന്നത്. പുറത്തൊരു ഉദയവും ഒരു അസ്തമനവും നമുക്കറിയില്ല. നമ്മുടെ മനസ്സ് ഉണർന്ന് നമുക്ക് അനുഭവം നൽകുന്നത് മാത്രമാണ് പ്രമാണം. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നമ്മളറിയാതെ പെട്ടെന്ന് സ്വപ്നം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അവിടെ നടക്കുന്നുണ്ട്. ആ പ്രതിഭാസത്തിനുള്ള വിശേഷം എന്താ? ശരീരം മറന്ന്, മനസ്സ് മറന്ന്, ബുദ്ധി മറന്ന്, ലോകം മറന്ന്, എല്ലാം മറന്നിട്ടാണ് കിടന്നുറങ്ങണത്. അപ്പോൾ ശരീരത്തിന് അവിടെ സ്ഥാനമില്ല, മനസ്സിനില്ല, ബുദ്ധിക്കില്ല, ഒന്നിനുമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് പുതിയ ഒരു ദൃശ്യപ്രപഞ്ചം അവിടെ ഉണ്ടാവുന്നു. ആ ഉണ്ടാക്കുന്നത് ഉറങ്ങുന്ന വ്യക്തി മാത്രമാണ്, അയാൾക്ക് മാത്രമാണ് അതിൽ ബാധകം. ഈ ജാഗ്രത അവസ്ഥയിൽ നാം കാണുന്ന വസ്തുക്കൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി തനിപ്പെട്ട് നിൽക്കുന്നു എന്ന് വാദിക്കാം. പക്ഷേ സ്വപ്നത്തിൽ അങ്ങനെ വാദിക്കാൻ പറ്റില്ല. ഉള്ളതെല്ലാം നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഉണർവ്. ആ ഉണർവ് രചിക്കുന്നതാണ് ഉണർവിൻ്റെ തലത്തിൽ തന്നെ. എണീക്കുമ്പോൾ അത് മുഴുവനും പോയി. ആ ഉണർവ് സ്വപ്നം കാണുന്ന സമയത്ത് നടന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മളെ ഒരു വിധത്തിൽ അലട്ടുകയോ ജാഗ്രതയിലുള്ള വസ്തുവകകളുമായി ഇടയുകയോ ചെയ്യുന്നില്ല. എൻ്റെ ഭാഷ മനസ്സിലായോ? ജാഗ്രത വസ്തുക്കളോടുകൂടി ഇടയുന്നില്ല സ്വപ്നവകകൾ. അത് തനിയായി നിൽക്കുന്നു. അത് സൃഷ്ടിക്കുന്നത് മുഴുവൻ നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഉണർവാണ്. എണീക്കുമ്പോൾ അത് മുഴുവനും പോയി. അപ്പം നമ്മുടെ ഉള്ളുണർവിന് സൃഷ്ടിശക്തി ഉണ്ടോ ഇല്ലേ? എന്താ വരുമുണ്ട്? ഒന്ന് പറയുന്നപ്പാ, നിങ്ങളുടെ ഉള്ളിന് സൃഷ്ടിശക്തി ഉണ്ടോ? അതൊരു ലോകമുണ്ടാക്കുന്നു. ആ ലോകത്തിൽ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ലോകങ്ങളുണ്ട്, വണ്ടി ഓടുന്നു, റെയിലുണ്ട്, വിമാനമുണ്ട്, വാഷിങ്ടൺ, ന്യൂയോർക്ക്, ഡെൻമാർക്ക്, എന്താ ഒക്കെയുണ്ട് അവിടെ. അത് മുഴുവനും ഉണ്ടാക്കിയിട്ട് ഈ ജാഗ്രത അവസ്ഥയിലുള്ള ലോകവുമായി ഒരിടച്ചിൽ അവിടെ സംഭവിക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണുമ്പോൾ അവനവൻ്റെ തന്നെ കഴുത്ത് മുറിച്ചതായിട്ട് സ്വപ്നം കാണാം. അത് കഴിഞ്ഞ് എണീറ്റ് നോക്കുമ്പോൾ കഴുത്ത് അവിടെ ഇല്ലേ? അപ്പോൾ എവിടെ പോയി? ജാഗ്രത അവസ്ഥയിലുള്ള വസ്തുവകളെ മുഴുവനും ചോദ്യം ചെയ്ത് വെല്ലുവിളിച്ചുകൊണ്ട് ഞാനിതാ എൻ്റെ ഇഷ്ടപ്പടിക്ക് ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വപ്നം അവിടെ അവതരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സൃഷ്ടിശക്തിക്ക് എത്ര കണ്ട് ശക്തിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഈ 3 എണ്ണമാണ് നമുക്കുള്ള അനുഭവം. ഇതിനെ വെച്ചുകൊണ്ടാണ് നമ്മുടെ തീരുമാനങ്ങൾ മുഴുവനും, നമ്മുടെ ആലോചനകൾ മുഴുവനും, നമ്മുടെ യുക്തികളെല്ലാം തന്നെ ഇതിനെ വെച്ചുകൊണ്ടാണ് നിരത്തുന്നത്. അവിടെയാണ് പ്രയോഗിക്കേണ്ടത് ഈ അന്വയം വ്യതിരേകം എന്ന് പറയുന്ന 2. എങ്ങനെ പ്രയോഗിക്കണം പറഞ്ഞു തരാം. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? എല്ലാവരും കേട്ടോളൂ. ജാഗ്രത എന്ന് പറയുന്നത് എനിക്കുള്ളൊരവസ്ഥയാണ്. അതുമാതിരി ഉറക്കവും എൻ്റെ അവസ്ഥയാണ്, സ്വപ്നവും എൻ്റെ അവസ്ഥയാണ്. ഇതിൽ ഓരോ അവസ്ഥയും വരുന്നത് പോലെ പോകുന്നു. ജാഗ്രത അവസ്ഥ വന്നു, പോയി, ഉറങ്ങി. ഉറക്കം പോയി, സ്വപ്നം വന്നു, പോയി. ആദ്യം ജാഗ്രത അവസ്ഥയിലേക്ക് പോകണം. അപ്പം ജാഗ്രത അവസ്ഥ പോയി ഉറക്കം, ഉറക്കം പോയി സ്വപ്നം, സ്വപ്നം പോയിട്ട് വീണ്ടും ജാഗ്രത അവസ്ഥ. അപ്പോൾ ഈ ജാഗ്രത അവസ്ഥ വന്നാൽ പോയാൽ ആ പോയത് പിന്നെ രണ്ടാമതൊരെണ്ണത്തിന് ഉണ്ടാക്കില്ലല്ലോ.
ജാഗ്രത അവസ്ഥ പോയിക്കഴിഞ്ഞാൽ അതിന് പിന്നെ ഒന്നും ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ജാഗ്രത അവസ്ഥ പോയി, എന്നിട്ടാണ് സുഷുപ്തി ഉണ്ടാകുന്നത്, ഉറക്കം. അപ്പോൾ ആ ഉറക്കം ഉണ്ടായി വന്നു കഴിഞ്ഞാൽ പിന്നെ ജാഗ്രതത്തിന് സ്ഥാനമില്ല. അപ്പോൾ ജാഗ്രത പോയി, എന്നിട്ട് ഉറക്കമുണ്ടായി. ആ ഉറക്കത്തിലാണ് പിന്നെ സ്വപ്നമുണ്ടാവുന്നത്. സ്വപ്നമുണ്ടാവുമ്പോൾ ഉറക്കവും പോയി, ഈ സ്വപ്നം ഉണരുമ്പോൾ അതും പോയി. അപ്പം ഇവർക്ക് ഒന്നിനും മറ്റൊന്നിനെ രചിക്കാനുള്ള ശക്തിയില്ല. മറ്റൊന്നിനെ രചിക്കാനുള്ള ശക്തി ഇവർക്ക് ഒന്നിനുമില്ല. അപ്പം ഈ മാറി മാറി രചന ആര് നടത്തുന്നു എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയാണ് അന്വയം, വ്യതിരേകം. പരിശോധിച്ച് നോക്കൂ. ഏതിനോടുകൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഏതിൽ നിന്ന് അകന്നു നിൽക്കുന്നു, സ്വതന്ത്രമായി നിൽക്കുന്നു. ജാഗ്രത അവസ്ഥ എനിക്ക് ഉണ്ടാവണമെങ്കിൽ ഞാനാണ് ഉണരുന്നത്. ഉണർവ് എന്ന് പറയുന്നത് എൻ്റെ അവസ്ഥയാണ്. ഞാനുണ്ടെങ്കിലേ ഉണർവുള്ളൂ. ഞാനുണ്ടെങ്കിലേ ഉണർവുള്ളൂ. ആരെങ്കിലും ഒരാൾ ഉണർന്നു എന്നാണ് പറയുക. അപ്പോൾ ആ ആളില്ലാതെ ഉണർവില്ല. അപ്പോൾ ഉണർവ് ആ ഉണരുന്ന വ്യക്തിയെ ആശ്രയിച്ച് ആ ആളോട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് എന്ന് മനസ്സിലായോ? വെറുതെ ഭാഗവതം കേട്ടോളൂ. ഒന്ന് ആലോചിക്കണപ്പാ. ശ്രീമദ് ഭാഗവതം വിടില്ല, നിങ്ങളെ ആലോചിപ്പിക്കുകയാണ്. എന്നെ വിട്ടിട്ടൊരു ഉണർവില്ല, ഉണർവിനെ വിട്ടിട്ട് ഞാനുണ്ട്. എന്താ ഉണർവ് പോയി, അപ്പോഴും ഞാൻ കിടന്നുറങ്ങണു. എങ്ങനെ ഉണർന്നിരുന്നുവോ അതുപോലെയാണ് ഞാൻ ഉറങ്ങുന്നത്. എനിക്ക് വല്ല മാറ്റവും വന്നുവോ? ഞാൻ ഉണർന്നു, അതേ ഞാൻ ഉറങ്ങി. ഉറക്കം വിട്ടു, സ്വപ്നം കണ്ടു. സ്വപ്നവും വിട്ടു, ആദ്യം ഉണർന്നു. ഈ മൂന്നെണ്ണം വന്നുപോയി ഇരിക്കുന്നത് പോലെയാണോ ഈ നാലാമത്തെ ഞാൻ? അതെപ്പോഴെങ്കിലും വരുന്നുണ്ടോ, പോകുന്നുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും വന്നുവോ, പോയോ? വരണതും പോണതും എന്താ? ഉണർവും ഉറക്കവും സ്വപ്നവുമാണ്. ഞാനില്ലാതെ ഇത് മൂന്നുമില്ല, ഇത് മൂന്നുമില്ലാതെ ഞാനുണ്ട്. എന്താ കാരണം? ഉറക്കം പോയപ്പോഴും ഞാനുണ്ട്, സ്വപ്നം പോയപ്പോഴും ഞാനുണ്ട്, ഉറക്കം പോയപ്പോഴും ഞാനുണ്ട്, ഉണർവ് പോയപ്പോഴും ഉണ്ട്. ഈ ഉണർവും മറ്റുമാണ് വന്നു പോകുന്നത്. ഞാൻ വരണമില്ല, പോണമില്ല. അപ്പം എന്നെ എന്തു വേണം? ആദ്യമായി ഈ മൂന്നവസ്ഥകളോട് ചേർത്ത് കാണും. ചേർത്ത് കണ്ടാൽ ഉണർവ് ഉണ്ടാവണമെങ്കിൽ ഞാൻ വേണം, ഉറക്കം സംഭാവ്യമാണെങ്കിൽ ഞാൻ വേണം, അതുപോലെ സ്വപ്നം ഉദിക്കണമെങ്കിൽ ഞാൻ വേണം. അപ്പം എന്നെ ആശ്രയിച്ചല്ലാതെ ഈ മൂന്നും ഇരിക്കണില്ല. ഇതാണ് അന്വയം. ഇനി വ്യതിരേകം എന്ന് പറയണതോ, ഈ ഉറക്കമില്ലെങ്കിലും ഞാനുണ്ട്, ഉണർവില്ലെങ്കിലും ഞാനുണ്ട്, സ്വപ്നമില്ലെങ്കിലും ഞാനുണ്ട്. അപ്പം ഈ നാലു കൂട്ടം, ഉണർവ്, ഉറക്കം, സ്വപ്നം എന്ന് പറയുന്ന മൂന്ന്. നാലാമത്തതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അല്ല, 1, 2, 3, 4. ആ ചതുർത്ഥം എന്ന് പറയുന്ന ഞാനുണ്ടല്ലോ, ആ ഞാൻ സ്വതന്ത്രമായി സ്വന്തമായി നിൽക്കുന്നു. ആ ഞാനെ ആശ്രയിച്ചു കൊണ്ടാണ് ബാക്കി മൂന്നും ഉള്ളത്. അപ്പോൾ ഈ 4-ൽ ഏതാണ് സത്യം? ഒന്ന് പറയുന്നപ്പാ, ഒന്ന് പറയും. ഞാൻ 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 ഇതുപോലെ ഒരു സാധനം നിങ്ങൾ ലോകത്തിൽ മുഴുവൻ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. മാറ്റമില്ലാത്ത ഒരൊറ്റ പൊരുളേ ഉള്ളൂ, അത് ഞാൻ. അത് നമ്മുടെ ഉള്ളിലാണ്, പുറത്തല്ല. ആ ഉൾപ്പൊരുളായ ഞാനാണ് ചതുർത്ഥം, നാലാമത്തത് എന്ന് പറയണത്. അതാണ് സത്യം, അതാണ് സത്യം. അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണമചിന്യം അവ്യപദേശ്യമേക ആത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവമദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയ. നാലാമത്തത് എന്ന് പറയുന്ന ഈ ഒരൊറ്റ എണ്ണാണ് സത്യം. അതിൻ്റെ പര്യായ ശബ്ദമാണ് ഭഗവാൻ ഈശ്വരൻ. അതിൻ്റെ പര്യായ ശബ്ദമാണ് പരബ്രഹ്മം, പരമാത്മാ. വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ആദ്യമേ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതാ. അദ്വയമായ ജ്ഞാനമാണ് പരമാർത്ഥം.
പരമാർത്ഥം ഒരു വസ്തുവല്ല, ഒരു സബ്സ്റ്റൻസ് അല്ല, അത് ദ്രവ്യമല്ല, എനർജിയല്ല, ഉണർവല്ല, ഊർജമല്ല, അത് ഉണർവാണ്. ഉണർവ് ഈസ് നോട്ട് എ സബ്സ്റ്റൻസ്, മച്ച് ലെസ് ഈസ് ഇറ്റ് ആൻ എനർജി. ഇറ്റ് ഈസ് സംതിങ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം മാറ്റർ ആൻഡ് എനർജി. ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റൻസ്, ഇറ്റ് ഈസ് എ വണ്ടർഫുൾ പ്രസൻസ്. ഇറ്റ് ഈസ് എ പ്രിവലൻസ്. അതിനെ അനുഭവിച്ച് മാത്രമേ നമുക്ക് അനുഭവിക്കാനേ പറ്റുള്ളൂ, ഉപലബ്ധി മാത്രം. ഇതാണ് ഭാഗവതത്തിൻ്റെ ഭാഷ. അപ്പോൾ ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ, അന്വയം വ്യതിരേകം എന്ന് പറയുന്ന തർക്കശാസ്ത്രത്തിലുള്ള 2 മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് എവിടുന്നാണ് ഈ പ്രപഞ്ചം മുഴുവനും ഉത്പത്തിയായത് എന്ന് ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യുന്നു. ഈ ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥ തന്നെ നമ്മളിലാണ് ഉദിക്കുന്നത്, നമ്മളിലാണ് ഇതിൻ്റെ ആശ്രയം എന്നുണ്ടെങ്കിൽ ആ ജാഗ്രത അവസ്ഥയിൽ നാം കാണുന്ന പ്രപഞ്ചത്തിൻ്റെ വേറെ ഒരു ആശ്രയം പിന്നെ ഉണ്ടാവുമോ? കുട്ടികളെ, ഇതൊക്കെ ചോദ്യമാണ് കേട്ടോ. ഒന്ന് ആലോചിക്കും. ഞാൻ ഉണർന്നിട്ട് കാണുന്നതാണ് ഈ ലോകം. എൻ്റെ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന വസ്തുക്കളാണ് ഇവിടെ. അപ്പോൾ സർവ്വ വസ്തുക്കളുടെയും നിലനിൽപ്പിന് പ്രമാണം, ആധാരം എൻ്റെ ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ലോകം എൻ്റെ ഇന്ദ്രിയങ്ങളെ വിട്ടതിന് നിലനിൽപ്പുണ്ടാവുമോ? ഉണ്ടാവില്ല. ഇന്ദ്രിയങ്ങൾക്ക് നിലനിൽപ്പ് തന്നെ എപ്പോഴാണ്? ഞാൻ എണീക്കുമ്പോഴാണ്. അപ്പം ഞാനാണ് എൻ്റെ ജാഗ്രത അവസ്ഥയ്ക്ക് കാരണക്കാരൻ, ഹേതു, സ്രോതസ്, ഉത്പത്തി സ്ഥാനം. ആ ജാഗ്രത അവസ്ഥയിൽ കാണുന്ന പ്രപഞ്ചത്തിന് മുഴുവൻ അപ്പം ഏതാ ഉത്പത്തി സ്ഥാനം? ഞാൻ തന്നെ. കണ്ടുവോ? കേട്ടു അല്ലേ? അതോ മനസ്സിലാക്കിയോ? ശരി, അതന്നെയാണല്ലോ നമുക്ക് ആവശ്യം. 16 കൊല്ലമായില്ലേ. ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട്. ഈ പറഞ്ഞ സാധനം, ഈ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ഉൾപ്പൊരുൾ, ഒരാൾക്കും ഒരു സംശയവുമില്ല ഞാൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. ചെറിയ കുട്ടിയടക്കം പറയണു ഞാൻ, അമ്മേ ഞാൻ. 2 വയസ്സ് 3 വയസ്സിൽ തുടങ്ങി പറയാൻ. ഒരു കുഴപ്പമില്ല, ഞാനുണ്ട്. ഞാൻ എവിടെയാത്? ശരീരത്തിൻ്റെ ഉള്ളിൽ, പുറത്തല്ല. ആ ഞാൻ എന്ന സാന്നിധ്യം അനിഷേധ്യമാണ്, നിസ്തർക്കമാണ്. അതിനെപ്പറ്റി ഒരു സംശയവും ഒരാൾക്കുമില്ല. അങ്ങനെയുള്ള ഞാൻ അതിൻ്റെ പ്രഭാവം എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അർത്ഥേഷ്വഭിജ്ഞസ്വരാട്. എൻ്റെ കൂട്ടരെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എനിക്ക് സംശയം തോന്നുക. ഇത് ശ്രീമദ് ഭാഗവതമാണപ്പാ. ആ ഭാഗവതം ഏറ്റവും വിശ്വസ്തനായിരിക്കുന്ന ഒരാൾ നിങ്ങളെ വന്ന് പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. അത് എഴുതിയ ആളിപ്പം ഇല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പറഞ്ഞ് മനസ്സിലാക്കണം. അർത്ഥേഷു അഭിജ്ഞസ്വരാൾ. 2 അർത്ഥമാണ് അർത്ഥേഷു അഭിജ്ഞ എന്നുള്ളതിന്. എല്ലാ പദാർത്ഥങ്ങളിലും എല്ലാറ്റിലും ഒരുപോലെ ജ്ഞാനരൂപത്തിൽ പ്രകാശിക്കുന്നത് എന്ന്. പിന്നെ ഒന്നോ, അർത്ഥേഷു അഭിജ്ഞസ്വരാട്. എന്ത് കാര്യം നേടണം എന്ന് വിചാരിച്ചോ അത് നേടിയെടുക്കാനുള്ള വഴികൾ ആവിഷ്കരണം ചെയ്ത്, അത് സമയോചിതം, കാലോചിതം, തന്ത്രോചിതം അത് നേടിയെടുക്കാൻ കെൽപ്പും മഹിമയും ത്രാണിയും ബുദ്ധിയും ശക്തിയും പ്രഭാവവും എല്ലാം ഉള്ളവൻ. താൻ സൃഷ്ടിച്ച ഈ ലോകത്തിൽ എന്ത് പ്രതിസന്ധി എപ്പോൾ ആർക്ക് വന്നാലും അത് പരിഹരിക്കാൻ കാലില്ലാതെ ഓടിയെത്താനും കാതില്ലാതെ കേട്ടു ചെല്ലാനും നാവില്ലാതെ സംസാരിച്ചറിയിക്കാനും പ്രാപ്തിയുള്ള ഒരു പ്രഭാവമാണത്. അർത്ഥേഷു അഭിജ്ഞ. ഈ പറഞ്ഞ ഉൾപ്പൊരുളിനെ ഉദ്ബോധിപ്പിക്കാനോ, അതേ ഒരു പ്രതിസന്ധി കൂട്ടി ത്വരിതഗതിയിൽ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് വിളിച്ചു. നമ്മുടെ മന്ത്രിമാരൊക്കെ അതാണല്ലോ ചെയ്യുന്നത്, ജനാധിപത്യ വ്യവസ്ഥ. ഉടനെ മീറ്റിംഗ് വിളിക്കുകയായി, എന്നിട്ട് ചർച്ച ചെയ്തു എന്താ വേണ്ടതെന്ന്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കൊടുങ്കാറ്റൊക്കെ വന്നു പോയി, ചർച്ച ചെയ്താൽ എന്തുണ്ടാവും? അതിൻ്റെ അപകടങ്ങൾ ഒഴിവാക്കാനായി ചിലതൊക്കെ ആവിഷ്കരിക്കാം. ഇതല്ലേ പറ്റുള്ളൂ. അപകടം വരാതെ നോക്കാൻ വല്ലതുണ്ടോ? ഈ കക്ഷിയുടെ കയ്യിലതുണ്ട്, ഈ പറഞ്ഞ ആളുടെ കയ്യിലതുണ്ട്. അർത്ഥേഷു അഭിജ്ഞസ്വരാൾ.
നമ്മുടെ തൈര് കടഞ്ഞ പോലെ കടഞ്ഞു പാലാഴി. ദേവന്മാരും അസുരന്മാരും കൂടി കടഞ്ഞ് അമൃത് പുറപ്പെട്ടു. അമൃതം അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ അസുരന്മാർ വേഷം തെളിയിച്ചു. അമൃത് കട്ടൊരൊറ്റ പോക്ക്. ഈ അസുരന്മാർ അമൃത് കഴിച്ചാൽ എന്തായിരിക്കും അപ്പോൾ ആ സ്ഥിതി? നല്ലവർ കഴിച്ചാൽ കൊള്ളാം, പൊല്ലാത്തവർ കഴിച്ചാലോ? ഇനിയിപ്പോൾ ആ അമൃതം അവരുടെ കയ്യിൽ കിട്ടിയത് എങ്ങനെയാണ് രക്ഷിക്കുക? തിന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞില്ല. എന്താ മിണ്ടാത്തേ? അവർ കുറച്ച് കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇൻഷുറൻസൊക്കെ കൊടുക്കാം. അങ്ങനെയല്ലല്ലോ ഉണ്ടായത്. എന്താ വേണ്ടതെന്ന് ആലോചിച്ചു, സങ്കടപ്പെട്ടു. അപ്പോൾ ആരെയും മോഹിപ്പിക്കുന്നതായ അവിശ്വസനീയമായ സൗന്ദര്യത്തോടു കൂടിയ ഒരു സുന്ദരി, ഒരു മോഹിനി പ്രത്യക്ഷപ്പെട്ടു. മോഹിനിയെ കണ്ടതും അസുരന്മാർ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന അസുരന്മാരുടെ ഇടയിൽ മോഹിനി അങ്ങോട്ട് ചെന്നപ്പോൾ വഴക്കൊക്കെ നിന്നു. മോഹിനി, നിങ്ങളെന്തായി വഴക്ക് കൂടണേ? ഞങ്ങളുടെ വഴക്ക് വലിയ വഴക്കാണ്. ഇതിങ്ങനെയായാൽ തീർപ്പ് കൽപ്പിക്കണ്ടേ? ആരാ തീർപ്പ് കൽപ്പിക്കുക? ഞങ്ങളുടെ അഭിപ്രായത്തിൽ താങ്കൾ മതി എന്ന് അവരെന്നെ പറഞ്ഞു. ആരെ? മോഹിനിയോട്. ഞാനിപ്പോൾ വന്ന ആളല്ലേ, നിങ്ങൾ എന്നെ എങ്ങനെ വിശ്വസിക്കും? ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാമെന്നായി അവർ. അവസാനം സർവ്വ ചുമതലയും ഏൽപ്പിച്ചു കൊടുത്ത് അവിടെ ഇരുത്തി ഹാ ഹൂ എന്ന് പറഞ്ഞ് ഒരു തുള്ളി കൊടുക്കാതെ. ഇതാണ് അഭിജ്ഞസ്വരാട്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. പ്രഹ്ലാദനെ കൊല്ലാനായി നരസിംഹമൂർത്തി അവതരിച്ചു. വാളൂരി കഴുത്തറക്കാമെന്ന് പറഞ്ഞ് ഒരു കാലടുത്ത് വച്ചു. അടുത്ത നെക്സ്റ്റ് സെക്കൻഡിൽ, അടുത്ത നിമിഷത്തിൽ കഴുത്ത് താഴ്ത്ത് വീണിട്ടുണ്ടാവും. അത്രയും ആയിക്കഴിഞ്ഞു. അത്രയും ആയിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെ എങ്ങനെ രക്ഷിക്കും എന്നൊരു ചോദ്യം. അപ്പോഴാണ് അടുത്തുള്ള തൂണിൽ നിന്ന് കടകടാന്നൊരു ശബ്ദം. ആ ശബ്ദം വന്നപ്പോൾ ഹിരണ്യകശിപു തന്നെ പേടിച്ചു. ഇതെന്താടാ അപ്പം അത്? എവിടെയാ നിൻ്റെ ഹരി? എങ്ങുമുണ്ട് എൻ്റെ പൊന്നച്ച. എന്നാൽ ഈ തൂണിലുണ്ടോ ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് നിസ്സംശയം ആ കുട്ടി പറഞ്ഞു. അപ്പോൾ ആ കുട്ടി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ളത് അച്ഛനും മകനും തമ്മിലുള്ള വഴക്കാണ്. ഇപ്പോൾ വഴക്കിൻ്റെ മണ്ഡലമാകെ മാറി. അസുര ചക്രവർത്തിയും ശ്രീഹരിയും തമ്മിലായി ആ കുട്ടിയുടെ വാക്കങ്ങോട്ട് പറഞ്ഞതോടുകൂടി. ഈ തൂണിലുമുണ്ട് എന്നൊരൊറ്റ വാക്കാ. അപ്പോൾ പിന്നെ എന്തായി? സത്യം വിധാതും നിജഭൃത്യഭാഷിതം. തൻ്റെ കൊച്ചുകുട്ടി ഭൃത്യൻ പറഞ്ഞു പോയല്ലോ ഞാനുണ്ടെന്ന്. അവൻ്റെ വാക്ക് അർത്ഥവത്താക്കി തീർക്കണം. വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മനഃ. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നുണ്ട് എന്ന് തെളിയിപ്പിക്കും വേണം. എൻ്റെ പൊന്നുകുട്ടി പറഞ്ഞത് സാർത്ഥകമാക്കണം. അതേ സമയത്ത് ഞാൻ എല്ലായിടത്തും ഉണ്ടെന്ന് തെളിയിപ്പിക്കും വേണം. ഇത് രണ്ടും കൂടി ഒരൊറ്റടിക്ക് നടക്കാൻ വേണ്ടി കടകടാന്നൊരു ശബ്ദത്തോടു കൂടി ഹിരണ്യകശിപു അവിടെ പോയിട്ടൊരു ഇടി അങ്ങോട്ട് കൊടുത്തതാണ് കാരണം. അവിടെ അദൃശ്യത അത്യദ്ഭുതരൂപമുദ്വഹൻ. പെട്ടെന്നങ്ങോട്ട് കാണപ്പെട്ടു. മുമ്പില്ല, പിന്നിലുമില്ല. അപ്പം അങ്ങോട്ട് കാണപ്പെട്ടു. അത്യദ്ഭുതരൂപമുദ്വഹൻ. ആർക്കും വിശ്വസിക്കാനോ ചിന്തിക്കാനോ ഒന്നും പറ്റാത്ത തരത്തിൽ അത്യദ്ഭുതാവഹമായിരിക്കുന്ന ഒരു രൂപം. സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. മൃഗവുമല്ല മനുഷ്യനുമല്ല, അങ്ങനെ ഒരു രൂപം. എന്നിട്ട് ഈ പ്രഹ്ലാദൻ്റെ കഴുത്ത് വെട്ടാൻ പുറപ്പെട്ട വാളും പരിചയം എല്ലാമായി നരഹരിയുടെ നേരെയായിരുന്നു പിന്നത്തെ യുദ്ധം മുഴുവനും. അതിൽ ഹിരണ്യകശിപു തട്ടി താഴത്തിട്ട് ഇടയിലൊക്കെ ഒന്ന് പിടിച്ചു കൊടുത്ത മാതിരി ഒന്ന് അഭിനയിച്ചു. ഹിരണ്യകശിപുവിന് ആവശ്യം എന്താ? നേരിട്ടുള്ള യുദ്ധം. ആ യുദ്ധം ചെയ്ത് അവൻ സന്തോഷിച്ചോട്ടെ എന്ന് പറഞ്ഞ് പടപൊരുതി കഴിഞ്ഞ ഇടയിലൊരു പിടിയും കൊടുത്തു. കക്ഷത്തൊക്കെ ഒതുക്കുമ്പോഴേക്കും താത്ത് ചാടി. അവസാനം തട്ടിയിട്ട് വയറ് പിളർന്ന് കുടൽമാല വലിച്ച് രക്തമിറ്റിക്കൊണ്ടിരിക്കുന്ന ആ കുടൽമാല കഴുത്തിലിട്ട് സിംഹാസനത്തിൽ ചെന്നിരുന്ന് ദീർഘശ്വാസം വിടാൻ തുടങ്ങി. ഒക്കെ കഴിഞ്ഞു സെക്കൻഡ് കൊണ്ട്. അർത്ഥേഷ്വഭിജ്ഞസ്വരാട്. ഇത് കൊടുങ്കാറ്റ് കഴിഞ്ഞതിന് ശേഷം മന്ത്രിസഭാ മീറ്റിംഗ് അല്ല. അവൻ്റെ കഴുത്ത് പോട്ടെ, പിന്നെ ഞാൻ മറ്റവൻ്റെ കഴുത്ത് അറുത്തോളാം. പിന്നെ ഇൻഷുറൻസിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ചെയ്യാൻ 10-20 ലക്ഷം 30 ലക്ഷം. അങ്ങനെയൊന്നുമല്ല. ആ അപകടം വരാൻ അനുവദിച്ചില്ല എന്ന്. അതിന് സാധിക്കും ഈ പ്രഭാവത്തിന്. നിങ്ങൾ പറയും, ഇത് വിശ്വാസമാണോ വിവേകമാണോ? ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണോ, അതോ ഇത് നമ്മുടെ വിവേകം കാട്ടിത്തരുന്ന ഒരു സത്യമോ? ഒന്ന് പറയും. ഈ സദസ്സ് ഇപ്പം പറയണം എന്നോട്. നമ്മൾ ഈ ലോകവസ്തുക്കളെക്കുറിച്ചല്ല പറയണത്.
തെരഞ്ഞെടുത്ത പ്രസിഡൻറ്റിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് രചിച്ച് സന്ധാരണം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രഭാവത്തിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട്. അത് സ്വരാട്ട് എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയാണ്. ഒരു ചക്രവർത്തിക്ക് ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ കഴുത്തറക്കണമെങ്കിൽ അദ്ദേഹം തീരുമാനിച്ചാൽ കഴുത്തറുത്തു, അല്ല വേണ്ടെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാനും അദ്ദേഹം മതി. അപ്പോൾ തൻ്റെ കൈ പിടിക്കാൻ ഒരാൾക്കും പറ്റില്ല, തൻ്റെ തീരുമാനത്തിന് തടയിടാനും ഒരാൾക്കും പറ്റില്ല. താൻ എന്ത് വിചാരിക്കുന്നുവോ അത് നടപ്പിലാക്കാനുള്ള ശക്തിയും പ്രഭാവവും കൗശലവും ഉണ്ടെന്ന് മാത്രമല്ല, തന്നെ തടുക്കാൻ ഒരാളുമില്ല. ആ പരമസത്യമാണ് തേനേ ബ്രഹ്മഹൃദയാദി കവയേ, തേനേ ബ്രഹ്മഹൃദയാദി കവയേ. ആദികവി എന്ന് പറയുന്നത് വാൽമീകിയാണ്. വാൽമീകിയാണെന്ന് നമ്മൾ പറയും. വാൽമീകി രാമായണം രചിച്ച ആളാണ്, ത്രേതായുഗത്തിലാണ്. എന്നാൽ നമ്മുടെ വേദോപനിഷത്തുകൾ മുഴുവൻ ഗാനങ്ങളും കാവ്യങ്ങളുമാണ്. ആ കാവ്യങ്ങളൊക്കെ രചിച്ചത് ആരോ രചിച്ചുല്ലോ. അപ്പം ആദികവികൾ വാൽമീകിക്കൊക്കെ എത്രയോ മുമ്പിലുണ്ട്, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെയുള്ള ആദികവി ബ്രഹ്മാവിന് തേനേ ബ്രഹ്മഹൃദ, ഈ വേദം എന്ന് പറയുന്നത് മുഴുവനും അങ്ങനെ ഹൃദയത്തിൽ നിന്ന് പ്രകാശിപ്പിച്ചു കൊടുത്തു. അവിടെ പ്രകാശിപ്പിക്കാനായിട്ടൊരു വായില്ല, മസ്തിഷ്കമില്ല, മാറില്ല, കൈയില്ല, കാലില്ല, ശരീരമില്ല. അങ്ങനെ അദൃശ്യമായി അവ്യക്തമായി സർവ്വവ്യാപകമായിരിക്കുന്ന ഒരു ചൈതന്യവിശേഷമാണ്. അപ്പം അത് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുകയാണ്. മുഹ്യന്തിയത് സൂരയ. ഈ വിഷയമുണ്ടല്ലോ, സൂരികൾ, വലിയ അറിവുള്ളവർ, ചിന്തകന്മാർ, വിചക്ഷണന്മാർ, തത്വവിചാര കുശലന്മാർ, അവരെല്ലാവരും മുഹ്യന്തി, അവർക്കിതിൽ മോഹമാണ്, പരിഭ്രമമാണ്. ഈ സദസ്സിൽ നിങ്ങൾ എത്ര ആളുണ്ട്? ഞാൻ സംസാരം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിങ്ങൾ വന്ന് പറയും. എത്ര ആളുണ്ട് ഇവിടെ? ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംഭരിച്ച് നിർത്തുന്നത് ആ മൂലപ്പൊരുൾ ഞാൻ എന്ന് പറയുന്ന ആ ഉൾപ്പൊരുളാണെന്ന് പറയാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനും ഇവിടെ എത്ര ആളുണ്ട് നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞ് വ്യക്തമാക്കി, നിങ്ങൾ ശരിയെന്ന് പറയുകയും ചെയ്തു. എന്നാലും ഈഷല് പോവില്ല. സ്വാമിജി, ഈ ഞാൻ എന്ന വാക്കുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന ഉൾപ്പൊരുൾ, നിരന്തരമായി സന്നിധാനം ചെയ്യുന്ന പൊരുൾ, അതുതന്നെയാണ് ഈ തുടക്കം, അതുതന്നെയാണ് ഉത്പത്തി സ്ഥാനം, അതാണ് സന്ധാരണ ശക്തി, അതുതന്നെയാണ് സംഹരിക്കുന്നതും. ജാഗ്രത് സ്വപ്ന സുഷുപ്തി 3 അവസ്ഥകൾ എങ്ങനെ ഉദിച്ച് അസ്തമിക്കുന്നുവോ, ഉദിപ്പിച്ച് അസ്തമിപ്പിക്കുന്നുവോ, അതുപോലെയാണ് പ്രപഞ്ചം മുഴുവനും ഉദിച്ച് അസ്തമിക്കുന്നതും ഉദിപ്പിച്ച് അസ്തമിപ്പിക്കുന്നതും എന്ന് പറഞ്ഞ് ഞാൻ എന്ന് പറയുന്ന പൊരുളാണ്, അതിനെപ്പറ്റി സംശയിക്കുകയേ വേണ്ട. അതിന് ഇക്കണ്ട പ്രഭാവമുണ്ട് എന്ന് പറയാൻ നമ്മുടെ ഈ സദസ്സിൽ എത്ര പേരുണ്ടാവുമെന്ന് ഞാൻ ചോദിക്കുന്നു. മുഹ്യന്തിയത് സൂരയ. വലിയ പണ്ഡിതന്മാരും അഗ്രേസരന്മാരുമെല്ലാം ഈ കാര്യത്തിൽ മോഹിതരാണപ്പാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചുല്ലോ. ഉത്പത്തി എങ്ങനെയാ? ഉത്പത്തി ഇവിടെ കാണുന്നത് പഞ്ചഭൂതങ്ങളാണ്. ഞാനത് പറയണമെന്ന് ആലോചിക്കുക. എനിക്ക് പിന്നെയും സംശയം തോന്നുക. ഈ പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, ഈ പഞ്ചഭൂതങ്ങൾ മുഴുവൻ ഉണ്ടാവുമ്പോൾ എവിടുന്നാണ് ഉണ്ടായത്? ഇനിയൊരു സെറ്റ് പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ചോദ്യം ആ സെറ്റ് എവിടുന്ന് ഉണ്ടായി എന്നാവും. അപ്പോൾ പഞ്ചഭൂതങ്ങൾ എവിടുന്ന് ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് മറുപടി പഞ്ചഭൂതങ്ങൾ അല്ലാത്ത ഒരു ഉറവിടത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയേണ്ടി വരില്ലേ? ബുദ്ധി പോണില്ല. പോട്ടെ, നിങ്ങളെവിടുന്നാണ് ജനിച്ചത്? നിങ്ങളല്ലാത്ത ഒരു തുടക്കത്തിൽ നിന്നല്ലേ ജനിച്ചത്? സംശയമുണ്ടോ? കുട്ടി ജനിച്ചത് കുട്ടിയല്ലാത്ത അച്ഛനമ്മമാരിൽ നിന്നാണ്. അച്ഛനമ്മമാർ ജനിച്ചതോ അവരല്ലാത്ത അച്ഛനമ്മമാരിൽ നിന്നാണ്. അങ്ങനെ പിന്നാക്കം പോയി ആദ്യത്തെ അച്ഛനമ്മമാർ എവിടുന്ന് ജനിച്ചു? ആദ്യത്തെ അച്ഛനമ്മമാർ, ആദ്യത്തെ എന്ന് പറയുമ്പോൾ അതിന് മുമ്പിൽ അച്ഛനമ്മമാരില്ല. ആ ആദ്യത്തെ അച്ഛനമ്മമാർ എവിടുന്ന് ജനിച്ചു?
അച്ഛനമ്മമാരില്ലാത്ത ഒരു ഉത്പത്തി സ്ഥാനത്ത് നിന്നല്ലേ അവർ ജനിച്ചിരിക്കുന്നത്. അപ്പം പഞ്ചഭൂതങ്ങൾ ജനിച്ചത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണോ? പഞ്ചഭൂതങ്ങളല്ലാത്ത ഒരു നിലയിൽ നിന്നാണ്. അവിടെ പഞ്ചഭൂതങ്ങളില്ല, ഇല്ല, ഇല്ല. അപ്പോൾ ഇല്ലായ്മയിൽ നിന്നാണ് ഈ ഉണ്മ വന്നിരിക്കുന്നത്. എന്തെല്ലാം ഉണ്ടോ ആ ഉള്ളത് മുഴുവൻ വരണമെങ്കിൽ ഇല്ലാത്ത ഒരു തുടക്കത്തിൽ നിന്നേ ആ ഉണ്മ ഉണ്ടാവുള്ളൂ. അതെങ്ങനെയാണ് അത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതിന് പറയാണ് തേജോ വാരിമൃതാം. 3 കൂട്ടം സാധനങ്ങൾ. എന്ത്? മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, സൂര്യകിരണങ്ങൾ. മരുഭൂമിയിൽ നടക്കുമ്പോൾ ചോട്ടിൽ മണൽ, മുകളിൽ സൂര്യൻ്റെ രശ്മികൾ. ഇത് രണ്ടും ഉണ്ട്. അവിടെ വായുമണ്ഡലമുണ്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത് മണലും സൂര്യപ്രകാശവും സൂര്യകിരണങ്ങളും കൂടി അവിടെ പെട്ടെന്ന് നമുക്ക് വെള്ളം പ്രത്യക്ഷപ്പെടും. മനസ്സിലായോ? വേണ്ട, ടാറിട്ട റോഡിൽ നിങ്ങൾ പോയിട്ടുണ്ടോ നട്ടുച്ചയ്ക്ക്? അപ്പോൾ കുറേ ദൂരത്ത് നോക്കിയാൽ നട്ടുച്ചയ്ക്ക് നല്ല ചുട്ടുപഴുത്തിരിക്കുന്ന വെയിലത്ത് വേണം പോവാൻ. അപ്പോൾ ആ ടാറിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം പടർന്ന് കിടക്കുന്ന മാതിരി തോന്നും. തോന്നാറുണ്ടോ? അവിടെ വെള്ളമുണ്ടോ? പിന്നെ എങ്ങനെ കാണുന്നു? ഇല്ലാത്തൊരു സാധനം അവിടെ എങ്ങനെ ഉണ്ടാവണു? അവിടെ ഉള്ളത് ടാറും ചൂടുമാണ്. ടാറും ചൂടും വായുവും കൂടി ചേർന്ന് ഈ മൂന്നല്ലാത്ത നാലാമത്തൊരു പദാർത്ഥം അവിടെ ഉണ്ടാവുന്നുണ്ടല്ലോ. അതുപോലെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാവുന്നത്. തേജോ വാരിമൃതാം യഥാ വിനിമയോ എത്ര ത്രിസർഗോ മൃഷാ. ഈ കാണുന്ന സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളിലൂടെയുള്ള സൃഷ്ടിവിശേഷമുണ്ടല്ലോ. ഈ സൃഷ്ടി മുഴുവനും സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 എണ്ണാണ്. ഈ സത്വം, രജസ്, തമസ് എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങൾ. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി. അതൊരു പദാർത്ഥമല്ല. അത് ഒന്നിൻ്റെ സ്വഭാവവിശേഷമോ അല്ലെങ്കിൽ ഗുണവിശേഷമോ ആണ്. ഇപ്പോൾ പാലിന് വെളുപ്പ് നിറം. ആ വെളുപ്പ് നിറം എന്ന് പറയുന്നത് പാലിൻ്റെ ഒരു ഗുണമാണത്. അഗ്നിയുടെ ഗുണം എന്താ? ചൂട്, പ്രകാശം. അപ്പോൾ ചൂടും പ്രകാശവും കൂടിയതാണ് അഗ്നിയുടെ ഗുണം. അതുപോലെ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ ഈ പരബ്രഹ്മത്തിൻ്റെ 3 ഭാവങ്ങളാണ്. ആ 3 ഗുണങ്ങൾ കൊണ്ടാണ് ഈ സൃഷ്ടി മുഴുവനും ഉണ്ടായിരിക്കുന്നത്. രജോ ഗുണം പ്രവർത്തനക്ഷമമാവുമ്പോൾ സൃഷ്ടി ഉണ്ടാവുന്നു. സത്വഗുണം പ്രവർത്തനക്ഷമമാവുമ്പോൾ സ്ഥിതി, തമസ് പ്രവർത്തനക്ഷമമാകുമ്പോൾ സംഹാരം ഇല്ലായ. രജോജുഷേ ജന്മനി സത്വവൃത്തയേ സ്ഥിതൗ പ്രജാനാം പ്രളയേ തമസ്പൃശേ. നമ്മുടെ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് സത്വഗുണത്തിൻ്റെ അവസ്ഥയാണ്. സ്വപ്നം എന്ന് പറയുന്നത് രജസ്സിൻ്റെയാണ്. ഉറക്കം എന്ന് പറയുന്നത് തമസ്സിൻ്റെയാണ്. ഈ 3 ഗുണങ്ങളാണ് പരബ്രഹ്മത്തിനുള്ളത്. ആ ഗുണങ്ങൾ സന്തുലിതമായിരുന്നാൽ അവിടെ സൃഷ്ടിയില്ല. ഒന്നും കാണാൻ പറ്റാത്ത തരത്തിൽ ശൂന്യാകാശം പോലെ അവ്യക്തമായിട്ടുള്ള ഒരു നിലയാണ്. ആ 3 ഗുണങ്ങളും പരസ്പരം ബാലൻസിലാണ് നിൽക്കുന്നത്. 3ഉം 33.33% എന്ന് വയ്ക്കാം. അതിലെന്തെങ്കിലും തരത്തിലൊരു ഇളക്കം അങ്ങോട്ട് വന്നാൽ ബിഗ് ബാങ് എന്ന് പറയുന്ന മാതിരി ഒന്ന് മറ്റൊന്നിൽ പ്രതികരിക്കുന്നു, ആ മറ്റൊന്ന് വീണ്ടും പ്രതികരിക്കുന്നു. പ്രതിപ്രതികരണം, പ്രതികരണം, പ്രതികരണം. അങ്ങനെ കരണവും പ്രതികരണവുമായിട്ട് അങ്ങനെ മാറി 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 ഖരവസ്തുക്കളും ദ്രവവസ്തുക്കളും ബാഷ്പവസ്തുക്കളും ഊർജവും എല്ലാമായി പരിണമിക്കുന്നു. എത്ര ത്രിസർഗോ. ആ ത്രിസർഗം വാസ്തവത്തിലുണ്ടോ? മരുഭൂമിയിൽ കാണുന്ന ആ മരുപ്പച്ച ഉള്ളതാണോ? അതുപോലെയാണ്. ഇവിടെ ഒരവഗ്രഹം കൊണ്ടിട്ടു എന്ന് വയ്ക്കുക. അപ്പോൾ അമൃഷ എന്ന് വായിയത്. അമൃഷ എന്ന് പറഞ്ഞാൽ ഈ 3 ഗുണമയമായ സൃഷ്ടി തെറ്റല്ല, മിഥ്യയല്ല, വാസ്തവികമാണെന്ന്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആ മൃഷ ഒറ്റയ്ക്ക് നിൽക്കുന്ന വാക്കാ. എത്ര ത്രിസർഗോ മൃഷ തേജോ വാര്യമൃതാം
തേജസ് എന്ന് വെച്ചാൽ ചൂട്, വാരി എന്ന് പറഞ്ഞാൽ വെള്ളം, മൃത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ്. ഇത് മൂന്നും കൂടി എങ്ങനെയാണോ നമുക്ക് വിശേഷപ്പെട്ട പ്രതിഭാസം ഉണ്ടാക്കി തീർക്കുന്നത്, ടാർ റോഡായാലും മരുഭൂമിയിലായാലും, അതുപോലെ ഈ ത്രിഗുണാത്മികമായിരിക്കുന്ന സൃഷ്ടി മൃഷ, അത് മിഥ്യയായിട്ടുള്ള ഒരു പ്രതീതിയാണ്. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഇങ്ങനെ ഈ മായാനിർമ്മിതമായിരിക്കുന്ന ഈ പ്രപഞ്ച പ്രതിഭാസമുണ്ടല്ലോ, ഞാൻ ഈ വാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇതിനെ സത്യമെന്ന് പറഞ്ഞുകൂടാ. അനുഭവിക്കുമ്പോൾ ഉണ്ട്, കാണുമ്പോൾ മരുപ്പച്ചി ഉണ്ട്, അവിടെ മൃഗതൃഷ്ണികയുണ്ട്, ആ മൃഗതൃഷ്ണിക ഉണ്ട് അവിടെ. ആ മൃഗതൃഷ്ണികയെ നമുക്ക് എന്ത് പറ്റി? അടുത്ത് ചെല്ലുമ്പോൾ അത് ഇല്ല ഇല്ല എന്നായിത്തീരുന്നു, ദൂരത്തുനിന്ന് കാണുമ്പോൾ ഉണ്ട്. അപ്പോൾ കാഴ്ചയ്ക്കുള്ള ദൂരം, ആ ചൂടും എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രതിഭാസം, അതേമാതിരി ധാംന സ്വേന സദാ സ്വേന ധാംന നിരസ്തകുഹകം. ഈ മായയെ മുഴുവൻ അതിക്രമിച്ചുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അത് രചിക്കുന്ന മായയാണ്. ആ മായയെ അതിക്രമിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതിഭാസം എത്ര കണ്ട് വെളിപ്പെടുത്തിയാലും അതിന് ഒരു ദോഷവും അതിൽ വരുന്നില്ല. ഇവിടെ എന്തൊക്കെ കൃത്യങ്ങളും അകൃത്യങ്ങളും നടക്കുന്നു, എന്തെല്ലാം അഴിമതികൾ നടക്കുന്നു, എന്തെല്ലാം നടക്കുന്നു ഇവിടെ. ഇങ്ങനെ എന്ത് തന്നെ നടന്നാലും നിലവിളിച്ചാലും എന്ത് ചെയ്താലും ആ സത്യത്തിന് ഒരു മാറ്റവും വരുന്നില്ല. അതങ്ങനെ തന്നെ നടക്കുകയാണ്. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം. ഈ കാണുന്ന മായാവിലാസത്തെ മുഴുവനും അതിക്രമിച്ചുകൊണ്ട് അതിലകപ്പെടാതെ എല്ലാത്തെയും പ്രതിഭാസിപ്പിക്കുന്നതാണ്. അങ്ങനെ പ്രതിഭാസിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ അകപ്പെട്ടു വലയാതെ അതിങ്ങനെ സ്വയം സ്വരാട്ടായി അങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. അങ്ങനെയുള്ള പരമമായ സത്യം. എന്താ ഈ പരമസത്യം? നാം ഈ കാണുന്ന മുഴുവൻ സത്യം പരമമല്ല, അപരസത്യമാണ്. എന്താ അപരസത്യം? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മുൻപിൽ മാത്രം പ്രകാശിക്കുന്നതാണ് ഈ ലോകം. നമ്മുടെ ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ ഈ ലോകമില്ല. കണ്ണാണ് നിറങ്ങളെ മുഴുവൻ ഉണ്ടാക്കുന്നത്, കാതാണ് ശബ്ദങ്ങളെ മുഴുവൻ ഉണ്ടാക്കുന്നത്, നാവാണ് രസങ്ങളെ മുഴുവൻ ഉണ്ടാക്കുന്നത്. ടൈഫോയിഡ് പിടിച്ച് നിങ്ങൾ കിടക്കുകയാണെന്ന് നോക്കി ആർക്കും ഉണ്ടാവരുത് കേട്ടോ. നാവിൻ്റെ രുചി മുഴുവൻ പോയി. എന്തു തന്നെ ഉപ്പിലിട്ടതടക്കം കൊണ്ടുവച്ചാലും നിങ്ങൾക്ക് രുചി ഉണ്ടാവുമോ? എന്താ മിണ്ടാതെ? ഉപ്പിലിട്ടതില്ലേ അവിടെ? നാവിൽ വെച്ചാൽ എന്തേ രുചിയില്ലാതെ? അപ്പോൾ രുചി ഉപ്പിലിട്ടതിനോ അതോ നാവിനോ? രുചി ഉണ്ടാക്കുന്നത് ഉപ്പിലിട്ടതോ അതോ നാവോ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ രചിക്കുന്നതും നിറം പിടിപ്പിക്കുന്നതുമാണ് ഈ ലോകം. അങ്ങനെ വരുമ്പോൾ ഈ കാണുന്ന ഭ്രമം മുഴുവനും ഉണ്ടാവുന്നത് നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്. അതിലകപ്പെടാതെ ആ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിരിക്കുന്ന സത്യം, കണ്ണടച്ച് സാക്ഷാത്കരിക്കേണ്ട സത്യം, കണ്ണു തുറന്ന് കാണേണ്ടതല്ല. കണ്ണു തുറന്ന് കാണേണ്ടതാണ് എന്ത്? മിഥ്യ, മൃഷ. കണ്ണടച്ച് ഉള്ളിൽ സാക്ഷാത്കരിച്ച് ഉള്ളിലൊരു ഉണർവുണ്ടല്ലോ, ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നു. എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അത് ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്നതല്ല. എന്ത് ചിന്ത, എന്ത് വികാരം നിങ്ങളുടെ മനസ്സിൽ പൊട്ടി ഉണർന്നാലും ഉടനെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല. അതുമാതിരി ബുദ്ധി കൊണ്ട് ആലോചിച്ച് പലതും നമ്മൾ കണ്ടെത്തുന്നു. 5ഉം 3ഉം എത്രയാണെന്ന് ഞാൻ ചോദിക്കുമ്പോഴേക്കും നിങ്ങളൊരു സംശയവും കൂടാതെ 8 എന്നങ്ങോട്ട് പറയുന്നുണ്ടല്ലോ. എവിടുന്നാ പെറുക്കിയെടുത്ത് പറയണേ? അവിടെ കണ്ണാണോ ജോലി ചെയ്യുന്നത്? കൈവരലിൻ്റെ തുമ്പോ? എന്താ? ഉള്ളാണത്. ആ ഉള്ളാണ് അറിവിൻ്റെ, ഉണർവിൻ്റെ, സ്മരണയുടെ എല്ലാറ്റിൻ്റെയും കേന്ദ്രബിന്ദു അകത്താണ്. ആ പരമസത്യത്തെ ധീമഹി, അതിനെ ഞാൻ ധ്യാനിക്കുന്നു, ബുദ്ധിയിൽ നിർത്തുന്നു, ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നു. അതിനെനിക്ക് പുഷ്പം കൊണ്ട് അർച്ചിക്കാൻ സാധിക്കില്ല, വായ കൊണ്ട് പല വാക്കുകളും പറഞ്ഞ് സ്തുതിക്കാൻ പറ്റില്ല,
മനസ്സുകൊണ്ട് സ്മരണ ചെയ്യാനും പറ്റില്ല. അതിനെക്കുറിച്ച് ഈ ചർച്ച നടത്തുന്നത് പോലെ ആലോചിച്ച് മറ്റൊരാൾ പറയുന്നത് കേട്ടോ, അല്ല സ്വയം തന്നെ ഈ ചർച്ച സ്വന്തമായി ആവിഷ്കരിച്ചോ, അതിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് കൂട്ടിച്ചേർത്തോ, സ്വന്തമായി ആലോചിച്ച് നമ്മുടെ ബുദ്ധിയെ വിനിയോഗിച്ച് പ്രവർത്തിപ്പിച്ച് അതിലിങ്ങനെ താങ്ങി തലോടി നിർത്താനേ പറ്റൂ. ബുദ്ധി കൊണ്ട് ആലോചിക്കേണ്ടതാണിത്. നമുക്കൊരു ഗായത്രി മന്ത്രമുണ്ട്. എന്താ മന്ത്രം? ധിയോ യോ നഃ പ്രചോദയാത് എന്നാണ്. ഞങ്ങളുടെ ബുദ്ധിവൃത്തികളെ പ്രകാശിപ്പിക്കട്ടെ, പ്രശോഭിപ്പിക്കട്ടെ. ആര്? തത് സവിതുഹു വരേണ്യം ഭർഗഃ. എല്ലാവിധത്തിലും ആരാധ്യമായിരിക്കുന്ന ആ പ്രകാശമുണ്ടല്ലോ, അതെൻ്റെ ബുദ്ധിവൃത്തികളെ പ്രശോഭിപ്പിക്കട്ടെ എന്നാ നമുക്ക് ആവശ്യം. നമ്മുടെ ബുദ്ധിക്ക് പ്രചോദനമാണ്, പ്രശോഭിപ്പിക്കലാണ്. നമ്മുടെ കയ്യിൽ മനസ്സും ബുദ്ധിയുമുണ്ട്. ആ മനസ്സും ബുദ്ധിയുമുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. അത് വേണ്ടതുപോലെ പ്രബുദ്ധമായി പ്രവർത്തിക്കാനുള്ള ശക്തിയും പ്രേരണയും അതിന് കിട്ടിയാൽ മതി. വേറെ ഒന്നും അതിന് ആവശ്യമില്ല, അത് പ്രവർത്തിക്കാൻ സാധിക്കും. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഇതേ സത്യം പരം ധീമഹി എന്നുള്ള ശ്ലോകമാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ ഇനോഗ്രേഷന് ആ കുട്ടി വന്ന് പ്രാർത്ഥന ചൊല്ലിയത്, കസ്മൈ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ചൊല്ലിയല്ലോ, അത് അവസാനത്തെ ശ്ലോക. അതിലും സത്യം പരം ധീമഹി ദാ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു, സത്യം പരം ധീമഹി. എൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരൊറ്റ കാര്യത്തിന്. സത്യം പരമമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനുള്ളതല്ല, ബാഹ്യമണ്ഡലത്തിൽ ഉള്ളതല്ല, സ്ഥൂലതലത്തിലുള്ളതല്ല. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അവിടെ മാത്രമേ ഇന്ദ്രിയങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലമുള്ളൂ. ലോകമെല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അധീനമാണ്, കണ്ടുപിടിക്കാവുന്നതാണ്. ശരീരത്തിൻ്റെ ഉള്ളിലാണ് സൂക്ഷ്മതലം. അവിടെയാണ് മനസ്സ്, അവിടെയാണ് ബുദ്ധി, അവിടെയാണ് അഹങ്കാരം, അവിടെയാണ് വികാരങ്ങൾ, ഭാവങ്ങൾ, സ്മരണകൾ എല്ലാം ഉത്പത്തിയാവുന്നത്. അവിടെയാണ് ആലോചന രൂപം കൊള്ളുന്നത്, ഗവേഷണം രൂപപ്പെടുന്നത് അവിടെയാണ്, കണ്ടുപിടുത്തം നടക്കുന്നത് അവിടെയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ആ ഉൾമണ്ഡലം അവിടെ മാത്രം നോക്കി കണ്ടുപിടിക്കേണ്ടതാണ്. അതിന് ആലോചനയാണ് വഴി. തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ, തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. ആവർത്തിച്ച് ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി, സ്വയം പുസ്തകമെടുത്ത് വായിച്ചു നോക്കി, ചിന്തിച്ച് നോക്കി, ഗ്രഹിച്ച് മനസ്സിലാക്കി, വിചാരണപരോ, അങ്ങനെ ആയാൽ ഭക്ത്യാ വിമുച്യേന്നരഃ. ഭക്തി കൊണ്ട് മനുഷ്യൻ മുക്തനായിത്തീരും. എന്താണ് ശ്രീമദ് ഭാഗവതം നമ്മളോട് പറയണത്? ശ്രീമദ് ഭാഗവതം പുരാണതിലകം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. ജ്ഞാനം പരം ഗീയതേ. ആ പരമമായ ജ്ഞാനമാണ് ഇവിടെ പാടുന്നതപ്പാ. പാട്ടാണത്. കരയുന്ന കുട്ടിയെ താരാട്ട് പാടി ഉറക്കുന്നത് പോലെ ദുഃഖിച്ച് ദുരിതം അനുഭവിക്കുന്ന മനസ്സിനെ ആലോചിച്ച് പിടികിട്ടാതെ ശങ്കിച്ച് കിടന്ന് കുഴങ്ങി ഉരുണ്ട് വലഞ്ഞു കഴിയുന്ന ബുദ്ധിയെ താരാട്ട് പാടി, ഭാഗവത താരാട്ട് പാടി അതിനെ സമാധാനിപ്പിക്കുക, ഉറക്കുകയാണ്. ജ്ഞാനം പരം ഗീയതേ. ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയാദി കവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെ ഈ പരമതത്വത്തെക്കുറിച്ച്
ചിന്തിച്ചിങ്ങനെ മനസ്സിലാക്കാൻ, ചിരിച്ച് മകിഴാൻ സാധിക്കണം നിങ്ങൾക്ക് ചിന്തിച്ച്. ഈ സത്യം പുറത്തുള്ളതല്ല, അകത്തുള്ളത് കൊണ്ട് ഏറ്റവും സമീപസ്ഥമാണ്, ദൂരത്തല്ല. നിങ്ങളുടെ ശരീരത്തേക്കാൾ സമീപസ്ഥം, ശരീരത്തേക്കാൾ സമീപസ്ഥം, മനസ്സിനേക്കാൾ, ബുദ്ധിയേക്കാൾ, അഹങ്കാരത്തേക്കാൾ സമീപസ്ഥം. ഇതിനെക്കുറിച്ചാണ് പിങ്കള പാടിയത്. കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞു കൊടുക്കണു. സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞാ. അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞാ. ഞാൻ ഈ മനുഷ്യ പുരുഷ കോലങ്ങളുടെ പിന്നാലെ പോയി. ഞാൻ ആവശ്യപ്പെട്ടത് ഒരാളും എനിക്ക് തന്നില്ല. നേരെ മറിച്ച് എന്നെ ദുഃഖ ദുരിതത്തിൽ ആഴ്ത്താനുള്ള സർവ വികടതകളും എനിക്ക് തന്നു. ദുഃഖ ഭയ ആദി ശോക മോഹപ്രദം ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അവരുടെ പിന്നാലെ ഞാൻ ഇത്ര കാലം ഇങ്ങനെ ഞെളിഞ്ഞ് നല്ല വസ്ത്രമുടുത്ത് ആഭരണങ്ങളിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നിന്ന് വാതിലിന് മുമ്പിൽ ചെന്ന് നിന്നൂലോ. എന്നേക്കാൾ തുച്ഛയായിട്ട് ഈ മിഥിലാപുരിയിൽ ഒരാളുമില്ല എന്ന് പറഞ്ഞ് പിങ്കള പാടുന്നു. പിങ്കളയുടെ വിവരണമാണ് സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ. നിരന്തരം എൻ്റെ ഉള്ളിൽ സന്നിഹിതനാണ് എൻ്റെ രമണൻ, എൻ്റെ രതിപ്രദൻ, എൻ്റെ വിത്തപ്രദൻ. ആ ആളെ ഞാൻ ഇത്രകാലം ഉപേക്ഷിച്ച് ത്യജിച്ച് കണ്ടഭാവം നടിക്കാതെ അറിയാതെ ഞാനിങ്ങനെ കഴിഞ്ഞുല്ലോ. ഈ കോലങ്ങളുടെ പിന്നാലെയാണ് ഞാൻ പോയത്. എന്നെപ്പോലെ മണ്ടൂസ് ഈ ലോകത്തിൽ ആരുമില്ല, മിഥിലാപുരിയിലില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വയം പശ്ചാത്തപിക്കുക. അതിന് ഉടനടി ഫലം ഉണ്ടാവുകയും ചെയ്തു. അന്നേ വരെ വേണ്ടതുപോലെ കിടന്നുറങ്ങാൻ പറ്റാത്ത പിങ്കള അന്ന് പരമസന്തോഷത്തോടു കൂടി ആശ്വാസത്തോടു കൂടി കിടന്നുറങ്ങി. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം ഇതി സഞ്ചിന്യകാന്താശാം സുഖം സംഛിദ്യകാന്താശാം സുഖം സുഷ്വാപപിംഗല. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആശയാണ് സർവ്വദുഃഖത്തിനും കാരണം. ആശയില്ലാതെ ഇരിക്കുകയാണെങ്കിൽ പരമസുഖമായി. ആരാത് പറയുന്നത്? മിഥിലാപുരിയിലെ അഭിസാരിക റാണി പറയണതാണ്. ഇതി സഞ്ചിദ്യകാന്താശാം. അന്നേ വരെ ഞെളിഞ്ഞു നിൽക്കും സന്ധ്യയായാൽ. അന്നു മുതൽക്ക് സ്വരൂപം മാറി, സമ്പ്രദായം മാറി. ഞാനിന്നിത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആശയം മുഴുവൻ അറുത്ത് കളഞ്ഞ് സുഖം സുഷ്വാപപിംഗല, സുഖമായിട്ട് കിടന്നുറങ്ങിയത്രേ. അതിൻ്റെ താക്കോല് കിടക്കുന്നത് ഇവിടെയാണ്. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. നിങ്ങൾക്ക് ഇന്ദ്രിയങ്ങളുണ്ട് പുറം വസ്തുക്കളെ കാണാൻ, മനസ്സുണ്ട് ആ വസ്തുക്കളെക്കുറിച്ച് സ്മരിക്കാൻ, ബുദ്ധിയുണ്ട് അവയെക്കുറിച്ച് ആലോചിക്കാൻ. അതിൽ ഈ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയതലം എന്നുള്ളത് വിട്ട് മനസ്സിനെയും വിട്ട് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഈ നാലാമത്തെ ഘടകമുണ്ടല്ലോ, ഉണർവും ഉറക്കവും സ്വപ്നവുമല്ലാത്ത നാലാമത്, ഈ മൂന്നെണ്ണം വന്നു പോകുന്നതിന് ആധാരമായിരിക്കുന്ന നാലാമത്തെ പൊരുൾ, ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ഉൾപ്പൊരുളുണ്ടല്ലോ, ആ പൊരുളിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കൂ കൂട്ടരെ. പുറമേയുള്ള വസ്തുവല്ലാതെ ഉള്ളിലുള്ളതാണ്. അതുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയവും നിങ്ങൾക്കില്ല. നിങ്ങൾ എന്ത് പറയുന്നുവോ, കേൾക്കുന്നുവോ, നടിക്കുന്നുവോ, ഉണ്ണുന്നുവോ, ഉറങ്ങുന്നുവോ എല്ലാം ഞാൻ 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 ഇത് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഞാനില്ലാതെ ഒന്നുമില്ല നമുക്ക്. സർവത്തിനും ആധാരമായിട്ടുള്ള ഞാൻ, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുമോ നിങ്ങൾ ഇന്ന് മുതൽക്ക്? സത്യം പരം ധീമഹി. ആ പരമസത്യത്തെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ബുദ്ധിയിൽ നിർത്തണം എന്നാണ് ഇവിടെ പറയുന്നത്. എത്ര ത്രിസർഗോ മൃഷ. ഈ സത്വം രജസ് തമസ് എന്ന് പറയുന്ന മൂന്നെണ്ണം ഉണ്ടല്ലോ, ഇതിൻ്റെ പ്രതിഭാസം പ്രസ്ഫുരണം എല്ലാം തന്നെ മൃഷ എന്ന് പറയുമ്പോൾ സ്വാമിജി പറയണത് ശരിയാണോ? അത് അമൃഷ എന്ന് പറഞ്ഞുകൂടെ? ഭഗവാന്റെ ലീലയാണ്, വിലാസമാണെന്ന് പറഞ്ഞുകൂടെ ചോദിച്ചാൽ
ശ്രീമദ് ഭാഗവതം അത് പറയുന്നില്ല. ശ്രീമദ് ഭാഗവതം 11-ാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, അവിദ്യമാനോപ്യവഭാതി ദ്വയോ ധ്യാതുർധിയാ സ്വപ്നമനോരഥൗ യഥാ തത്കർമ്മസങ്കൽപ്പവികൽപ്പകം മനോ ബുധോ നിരുന്ധ്യാത് അഭയം തതസ്യാത്. സംശയമില്ലാതെ ഭാഗവതം പറയാണ്, അവിദ്യമാനോപ്യവഭാതി ദ്വയോ. തുടക്കത്തിൽ തന്നെ അവിദ്യമാനഃ. എന്താ അവിദ്യമാനഃ എന്നുള്ള ശബ്ദത്തിനർത്ഥം? വിദ്യമാനം എന്ന് പറഞ്ഞാൽ ഉള്ളത്, അവിദ്യമാനം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. അവിദ്യമാനമാണെങ്കിലും നാം നോക്കിക്കാണുന്ന ഈ പ്രപഞ്ചം, നമ്മളും ലോകവുമായിട്ടുള്ള ഈ സമ്പർക്കം അവഭാതി, പ്രകാശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള കാരണം എന്താ? ധ്യാതുർധിയ. ഇതിനെ നോക്കിക്കാണുന്നവൻ്റെ ബുദ്ധിയുടെ കസ്രത്താണത്. നിങ്ങൾ കേൾക്കണുണ്ടോ? ഇല്ല, എനിക്ക് തൃപ്തിയാവില്ല. ഞാനൊരു ഒറ്റ സഞ്ചാരിയായിട്ടാണ് എനിക്ക് തോന്നണേ. ഏകാഗി. അവിദ്യമാനോപ്യവഭാതി ദ്വയോ. ഇല്ലാത്തതാണ് ഈ ലോകമെങ്കിലും അത് പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നു. എന്താ കാരണം? പ്രകാശസ്വരൂപമായ നമ്മളുടെ മുൻപിലാണ് പ്രകാശിക്കുന്നത്. അതിനെ പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ പ്രശോഭിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സിനെ പ്രശോഭിപ്പിക്കുന്നത് ബുദ്ധിയാണ്. ബുദ്ധിയെ പ്രശോഭിപ്പിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന ഉൾപ്പൊരുളാണ്. ഞാൻ ഉള്ളപ്പോഴാണ് ഈ ലോകം നൃത്തം വയ്ക്കുന്നത്. എൻ്റെ മഹിമ കൊണ്ടാണ് അതിൻ്റെ നിലനിൽപ്പ്. അവിദ്യമാനോപ്യവഭാതി ദ്വയോ ധ്യാതുർധിയ സ്വപ്നമനോരഥൗ യഥാ. ഈ ലോകം എങ്ങനെ നിലനിൽക്കണു എന്ന് ചോദിച്ചാൽ സ്വപ്നം പോലെ, മനോരഥം പോലെ. സ്വപ്നത്തിൻ്റെ മുഴുവൻ സൃഷ്ടി ആരുടെ കയ്യിലാണ്? പുറം ലോകത്തിൻ്റെ കയ്യിലോ അതോ ഉറങ്ങുന്നവൻ്റെ കയ്യിലോ? ഉറങ്ങുന്നവൻ്റെ കയ്യിലല്ലേ സ്വപ്നരചന? അല്ലേ? എന്താ സംശയമുണ്ടോ? ആ സ്വപ്നം എങ്ങനെ മനസ്സ് രചിക്കുന്നുവോ, മനോരഥങ്ങൾ എങ്ങനെ മനസ്സ് രചിക്കുന്നുവോ, അതുപോലെയാണ് ഈ പ്രപഞ്ചത്തെ രചിക്കുന്നത് മനസ്സാണ്. മനസ്സാണ്, മനസ്സാണ്. ആ മനസ്സിനെ സ്ഫുരിപ്പിക്കുന്ന ഞാനാണ്, ഞാനാണ്. തത്കർമ്മ സങ്കൽപ്പ വികൽപ്പകം മനോ ബുധോ നിരുന്ധ്യാത് അഭയം തതസ്യാത്. കർമ്മത്തിനെയും സങ്കല്പത്തിനെയും വികല്പത്തിനെയും എല്ലാം സൃഷ്ടിക്കുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ വിവേകമുള്ളവൻ നിരോധിക്കണം. ആ മനസ്സിനെ നിരോധിച്ചാൽ അവന് അഭയമായി എന്ന് പറയുന്നു. നവയോഗി സംവാദത്തിൽ നിന്നാണ്. അപ്പോൾ എത്ര ത്രിസർഗോ മൃഷ എന്ന് തന്നെയാണ് ഈ വാക്ക്, അല്ലാൻ്റെ അമൃഷ എന്നല്ല. ഞാൻ തത്കാലം നിർത്തട്ടെ. ഞാൻ ഇതേവരെ ഈ ശ്ലോകം എടുത്ത് വിവരിച്ചിട്ടില്ല. നൈമിഷാരണ്യത്തിലാണ് ആദ്യമായിട്ട്. വല്ലപ്പോഴൊക്കെ ഓരോ വരി അങ്ങും പറയും, ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഈ വിവരിച്ചത്. ശരിയായോ എന്നുള്ളത് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാവണം, വേണ്ടിയിരുന്നോ ഇല്ലേ എന്നുള്ളത്. നിങ്ങൾക്കറിയാമോ, ഞാൻ വളരെ വളരെ കെയർഫുള്ളായിട്ട്, വളരെ ശ്രദ്ധയോടുകൂടി ശ്രോതാക്കളോട് വളരെ സ്നേഹമസൃണമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പറയുന്നത് അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ കുട്ടികളെ പോലെ എനിക്ക് വലിയ കഷ്ടമാണ്. അപ്പം ഗ്രഹിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പറയണത്. അപ്പോൾ ഗ്രഹിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണമുണ്ട്. അപ്പോൾ അവർക്ക് അഗ്രാഹ്യമോ ദുർഗ്രഹമോ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഇവിടുന്ന് പോകണം എന്നുള്ള വിചാരം എനിക്കില്ല. എന്നാലോ 16-ാമത്തെ കൊല്ലായി പറഞ്ഞ് മനസ്സിലാക്കും വേണം, ശ്രീമദ് ഭാഗവതല്ലേ എന്നൊരു തോന്നലുമുണ്ട്. ജയതി ജയതി ദേവോ ദേവകീ നന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. ഹരി ഓം തത്സ്. ഹരി ഓം തത്സ്. എല്ലാവർക്കും കൂടി ഒരു ഓംകാരം സമാപനം ജപിക്കുക. കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ. ആകാവുന്നിടത്തോളം നിവർന്നിരിക്കൂ. എന്നിട്ട് മനസ്സും വായും തുറന്ന് എല്ലാവരും കൂടി ജപിക്കുക. ലോകം മുഴുവനും വ്യാപിക്കട്ടെ ഈ സംയുക്ത ഓംകാര ജപം.
ഓ ഹരി ഓം ദസ്. ജയ ഗുരു. എനിക്കിപ്പോഴും ഉറപ്പില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന മാതിരി കൃഷ്ണലീലയെ പറ്റി ഒരു ദിവസം സംസാരിക്കണമെന്ന് വിചാരിക്കണു. ചിലപ്പോൾ അത് 2 ദിവസം ആകുമോയെന്ന് അറിയില്ല അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം. അതിന് ഒരു നിലയ്ക്ക് തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് പോകുമ്പോൾ നേരാവണു, കണ്ണ് മൂടിപ്പോണു. അതിൻ്റെ ഇടയിൽ അവിടെ പോകണം, ഇവിടെ പോകണം, അത് വേണം, ഇത് വേണം, പല ജോലികളും ഉണ്ട്. ഇവിടെയും വരണം. എന്തായാലും വേണമെന്നുള്ളൊരു വിചാരം മനസ്സിലുണ്ട്. നിങ്ങൾക്ക് എന്താണാവോ അഭിപ്രായം? ശരി.